ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ച് ചിന്തിപ്പിക്കുക, കുറച്ച് ചിരിപ്പിക്കുക എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. കരയിക്കാൻ എപ്പോഴും എല്ലാവർക്കും പറ്റും. ആരാണ് ഓലയുമായിട്ട് വന്നത്? ഓല ഇറങ്ങിപ്പോയിക്കോ, ഞാൻ പറഞ്ഞു വിടുന്നതിന് മുമ്പ് കേട്ടോ. നിങ്ങളെ ആരെയും ഇവിടെ ആവശ്യമില്ല. ഓക്കെ. അബു ഷഫിയ, ഒരു കാര്യം ചെയ്, ഉമ്മാടെ ഭംഗി പോയി ആസ്വദിക്കച്ചല്ല. അതാകുമ്പോ എല്ലായിടത്തെയും ഭംഗിയും നിനക്ക് ആസ്വദിക്കാൻ പറ്റുമല്ലോ. മോഞ്ചല്ല, അനില വന്നു. ഓക്കെ, നമ്മുടെ അഡ്മിൻ വന്നിട്ടുണ്ട്. എന്നാ നമുക്ക് തുടങ്ങാം. ഇവരെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ഈ ജിഹാദികൾ, അതായത് ഇസ്ലാം മത തീവ്രവാദികൾ കാണുന്നത്? അവരുടെ ആരാധനകളെ, അവരുടെ വിശ്വാസങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചതാണ്. ഒരുപാട് തെളിവുകൾ, അനവധി നിരവധി വിഷയങ്ങൾ നമ്മൾ അതിൽ തന്നെ കണ്ടിട്ടുണ്ട്. അവനവന്റെ വിശ്വാസം എന്തോ വലിയ ചക്കരയാണെന്നും മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ മോശമാണെന്നുമാണ് ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത്. നമ്മൾ കല്ലിനെ ആരാധിക്കുന്നുണ്ട്, ബിംബങ്ങളെ ആരാധിക്കുന്നുണ്ട്, അതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല. അപ്പോ ഇവര് തരം കിട്ടിയാൽ, ഇവർക്ക് നല്ലതൊന്നും സംസാരിക്കാൻ ശീലമില്ല. ഇവരുടെ വീടുകളിൽ നിന്നാണല്ലോ നല്ലത് സംസാരിച്ചും അതുപോലെ മറ്റുള്ളവരോട് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ പരിശീലിക്കേണ്ടത് വീടുകളിൽ നിന്ന് കിട്ടുന്ന സംസ്കാരം. അപ്പൊ ഇവരുടെ വീടുകളിൽ എങ്ങനത്തെ സംസ്കാരമാണ് ഇവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചതാണ്. അപ്പോ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ എങ്ങനെയാണ് ഇവർ കാണുന്നത് എന്നതിന് ഒരു തെളിവ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. കിട്ടിയില്ല. ചിലര് പറയാറില്ലേ, നമ്മൾ ഇടുമ്പോൾ ബെർമുഡ, അവരിട്ടാൽ അത് വള്ളിനിക്കറ്. ഇത് തന്നെയാണ് ഇവിടെയും. ഇവർക്കെന്തും ചെയ്യാം, മറ്റുള്ളവർ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോ ഹിന്ദു മെജോറിറ്റി രാജ്യമായിട്ട് ഇവർ ഈ രൂപത്തിലാണ് ഈ നാടിനെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ, കുറച്ചുകൂടി മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇവർ ഈ നാടിനെ ഏത് രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇവരുടെ വിശ്വാസങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര വലുതാണ്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ ഇവർക്ക് പറ്റില്ല. ഞാനത് എടുത്തിട്ടത് ഇപ്പൊ കാണുന്നില്ല. മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ അനില അടിച്ചിറക്കിയരെ. ഞാൻ ആ വീഡിയോ ഒന്ന് എടുക്കട്ടെ. ഞാൻ എടുത്തിട്ടിരുന്നു, ഇപ്പം അത് കാണുന്നില്ല. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത്. അവനവന്റെ വിശ്വാസങ്ങൾ അവനവന് മഹത്തരമാണ്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ ഇവർക്ക് അന്ധവിശ്വാസങ്ങളുമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കുമെന്ന് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ ഇവിടെ. ഇവര് വാ തുറന്നാൽ പിന്നെ നല്ലതൊന്നും പറയില്ലല്ലോ, പൂര തെറിവിളി ആയിരിക്കും. തെറി മാത്രമാണ്. ഞാൻ എവിടെയാണ് ആ വീഡിയോ എടുത്തിട്ടത്, ഏത് പ്രൊഫൈലാണെന്നുള്ള കാര്യം മറന്നു. അത് ഇടണേ ഇടണേ എന്ന് പലവട്ടം ആളെന്നോട് പറയുകയും ചെയ്തിരുന്നു.
ആ വീഡിയോ ആള് തന്നെ ചെയ്തു, ആള് തന്നെ എനിക്ക് ഇട്ട് തന്നു, എന്നോട് പറയുകയും ചെയ്തു. സോറി കേട്ടോ, നിങ്ങളുടെ സമയം പോകുന്നുണ്ട്, എനിക്കറിയാം. കിട്ടി. ഞാനത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ലൈവിൽ വന്നത് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. നോക്കിക്കോ. ഇയർഫോൺ വെച്ച് കേൾക്കാവെന്ന് പറഞ്ഞു. അതായത് ഒരു മുസ്ലിം ഒരു ഹിന്ദുവായിട്ടുള്ള ഒരാളെ ഉപദേശിക്കാറുണ്ടല്ലോ. എൻ്റെ പേര് സൽമാൻ. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് തന്നെ പറയാം, ആളുടെ ഒരു വോയിസിന്റെ വീഡിയോ എനിക്കൊരു പബ്ലിക്കിൽ കാണിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ ഈ വിശ്വാസിയുടെ ഐഡിയുടെ പേര് തക്വ ടോക്സ് എന്നാണ്. അപ്പോ ആള് പറഞ്ഞ പറയുന്നത് ഫുള്ള് ഖുർആനാണ്. അപ്പോ നമുക്കത് പബ്ലിക്കിൽ കേൾക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും അത് ഇയർഫോൺ വെച്ചിട്ട് കേൾക്കണം. അപ്പൊ ഞാനത് ഫേസ്ബുക്ക് ഐഡി ഒന്ന് നോക്കാം. അവന്റെ പേരാണ് തക്വ ടോക്സ്. 10 പേര് അവന് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. 75 ആൾക്കാർ അവൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോവേഴ്സിനെ ഒന്ന് കാണാം. കണ്ടില്ലേ? ഇനി അവൻ ഫോളോ ചെയ്യുന്നവരെ കാണാം. കണ്ടോ? ഇത്ര ആൾക്കാരെ അവൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അവന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. ആഹാ, നല്ല ആളാ, നല്ല ആള്. കണ്ടോ? യൂട്യൂബിൽ ചാർവാഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിന്റെ ലിങ്ക് ആണ് അവൻ ഇട്ടേക്കുന്നത്. ഇവന് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല, അറിവില്ലാന്ന് തോന്നുന്നു. അപ്പൊ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെടുത്ത് ലിങ്ക് വേറൊരാളെ ഫോളോ ചെയ്യുന്ന ആളാ, ആളുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സഹജീവ് സ്നേഹാണ് കാണുന്നത്. ഇതാണ് അവന്റെ ഐഡി, തക്വ ടോക്സ്. ഇനി നമുക്ക് ഇവൻ ഫോളോ ചെയ്യുന്ന ആ മതത്തിന്റെ ഗ്രന്ഥം ഉണ്ടല്ലോ, ഖുർആൻ. ആ ഖുർആനിലെ ആയത്തുകൾ കുറച്ച് നമുക്ക് കേൾക്കാം. അവനെ ബ്ലോക്ക് ചെയ്ത് അതാ കമന്റ് കാണാം, അവന് ഉത്തരവില്ല. എടാ മയിരെ, ആദ്യം മനുഷ്യനാവും കേട്ടോ. കുറെ കല്ലി കുത്തിയെടുത്തെടുത്ത് രൂപങ്ങളെ വെച്ച് അതിനുവേണ്ടി ചാവാനും പെട്ടവന് നടക്കാതെ. അതിനൊന്നും ജീവനില്ല. നിനക്കൊന്നും അതൊരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്ക്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കാതെ കുറെ പ്രതിമകൾ ഉണ്ടാക്കി അതിനുവേണ്ടി വെട്ടാനും ചാകാനും നടക്കുക. പൂറി, എന്റെ തലയ്ക്കകത്തൊന്ന് ആൾതാമസം ഇട്ടി. കുറെ കല്ലി കുത്തിയെടുത്ത രൂപത്തിന് വേണ്ടിയിട്ട് വില വിളിച്ചോണ്ട് നടക്കുന്നതല്ല, വല്ല പഠിക്കും പോടാ മയിരെ. കല്ലി കുത്തിയെടുത്ത രൂപങ്ങളെ കൊണ്ട് നിനക്കൊന്നും ഒരു ഉപകാരവും ഉപദ്രവവും കിട്ടാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കും. തലയ്ക്കകത്ത് ആൾതാമസം വേണം അതിന് ചിന്തിച്ചെടുക്കാൻ. കുറെ പുസ്തകങ്ങളുണ്ടല്ലോ, പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളൊക്കെ എടുത്തൊന്ന് വെച്ച് വായിച്ചു നോക്കും. അപ്പൊ താനേ മനസ്സിലായിക്കോളും എല്ലാ കാര്യങ്ങളും കേട്ടോ. ചാർമകൻ എന്ന് പറയുന്ന ഒരു മലയാളം യൂട്യൂബ് ചാനലുണ്ട്, അതൊക്കെ ഒന്ന് കയറി കണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കും. എന്ത് മനസ്സിലാവുന്നാണോ മയിരെ? കല്ലിന് ജീവൻ വെച്ച് എന്നെ വന്ന് കൊല്ലൂ. നിന്നെ പോലുള്ള ഭ്രാന്തന്മാര് കൊല്ലാൻ വരുമായിരിക്കും, കല്ലൊന്നും ചെയ്യത്തില്ല. നിന്നെ പോലുള്ള തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചന്മാരുണ്ടില്ല, കല്ലെന്നും പറഞ്ഞ് ചാവാൻ നടക്കുന്നവൻ. നിന്റെയൊക്കെ തലയ്ക്കകത്ത് ആൾതാമസം ഇട്ടോളാം പൊട്ട. വോയിസ് നോട്ട് ഇട്ടതാ മയില്. വോയിസ് നോട്ട് ഇവനെന്തിനാ വെച്ചേക്കുന്നത്? എന്റെ ശിഖണ്ഡി ഇവന് വോയിസ് നോട്ടാണ് വേണ്ടത്. മറ്റവർക്കാണെങ്കിൽ അങ്ങനെ തെറി പറഞ്ഞ് ശീലവുമില്ല, അവർക്ക് അതിനെ കുറിച്ചിട്ട് വലിയ വശവുമില്ല. പക്ഷേ ശീലമുള്ളവര് അത് തന്നെ പറയും, അല്ലേ? അവര് പഠിച്ചും പറഞ്ഞും കേട്ടും ശീലമുള്ളവരാണ്. അവരെ അത് തിരുത്താനൊന്നും പെട്ടെന്നൊന്നും ആരെ കൊണ്ടും സാധ്യമല്ല.
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശരാശരി അവരെന്തായിരിക്കും എന്നതിൻ്റെ തെളിവാണ് ഞാൻ കാണിക്കുന്നത്. വേറൊരുത്തൻ എന്നോട് ഇന്നലെ പറഞ്ഞതും ഇതേ ഭാഷയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് പറഞ്ഞതും ഇതേ ഭാഷ. I am the halal advice of a crow who came to advise me. മലയാളത്തിൽ ഞാന് ഇജ് ഏത് എന്നെ ഉപദേശിക്കാൻ വന്ന ഒരു കാക്കാന്റെ ഹലാൽ ഉപദേശങ്ങളാണ്. ഞാന് ഇജ് ഏത് പൂറ് വരെ പോയിച്ചിട്ട് കാത്തുത്തിരിക്കരുത്. പച്ച പോലെ അടിച്ച് ഇജൊന്നും ഒരു കുണ്ണ കയറി ഉണ്ടായതല്ല. ഇജ് 4 5 6 കുണ്ണ കയറിയിട്ട് ഏതോ തന്തക്ക് ഉണ്ടായതെന്നൊക്കെ തോന്നുന്നത്. എടി പൊലാടിച്ച് ഇജ് മതം വിട്ടിക്കണമെങ്കിൽ ആ മതം ഇട്ട് ഇജ് നടന്നോ. ഇജ് എന്തിനാടി ഈ നാട്ടുകാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ? ഇജ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ എനിക്ക് പറ്റണില്ലെങ്കിൽ ഇജ് മാറിപ്പോയി. ഇജ് എന്തിനാടി ഈ ആൾക്കാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണം? അതിലെന്ത് കാര്യ പൂരിമോളുള്ളത്? എനിക്ക് എന്റെ കുണ്ടിയില് സംഖ്യകൾ നല്ലോണം കയറ്റി തരുന്നുണ്ട്. പൂറ്റിലും ബാക്കിലും പിന്നെ നിങ്ങളെ ഈ ചിന്താഗതിയിൽ അതൊന്നും പ്രശ്നമില്ലല്ലോ. പൂറ്റിലും കുണ്ടിയിലും എല്ലയിലും ഇട്ടിട്ട് കളിക്കാലോ. ആർക്ക് വേണമെങ്കിലും കളിക്കാം, എപ്പോ വേണമെങ്കിലും കളിക്കാന്നുള്ള ചിന്താഗതി അല്ലേ? ഈ പോരാടിച്ചെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഒരു മുഹമ്മദീയനല്ലാതെ, ഒരു ഇസ്ലാം മത വിശ്വാസിക്കല്ലാതെ ഇത്രയും തരം താഴാൻ പറ്റില്ല. പറ്റുമോ? പുറത്തിറങ്ങേണ്ട വിഷയം പറ്റില്ല. ഇനിയും എൻ്റെ ഫോൺ നമ്പർ, ID ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടി ഞാനതൊന്ന് കാണിക്കാം. കാരണം ഇവനെ പരിചയപ്പെടണം എന്നുള്ള ആളുകൾക്ക് നല്ല സൗഹൃദത്തിന് കിട്ടും. അറിയാത്ത പുതിയ തെറികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചും തരും ആള്. കാരണം ഇവന്റെ വാപ്പ ഇവനെ പഠിപ്പിച്ച ആ ഒരു കൾച്ചർ ഇവനെ പഠിപ്പിക്കാതെ പറ്റില്ലല്ലോ. ഇതാണ് ഇവന്റെ നമ്പർ 966533802381. ഇതൊരു നമ്പര്. വേറെയും ഇവന് ഒരുപാട് നമ്പറുകളുണ്ട്. ഒരുപാട് നമ്പറുകൾ കാണുമല്ലോ. പല തന്തയ്ക്കുണ്ടായവന്മാർ. ഉമ്മായിക്ക് തന്നെ ചിലപ്പോൾ ഇവൻ ഏതാണ് റിയൽ ഫാദറിന് ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ഒരു വേശ്യാസ്ത്രീയുടെ മകനല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയില്ല. പറ്റുമോ? ഇവന്റെ ഉമ്മയുടെ അനുഭവമാണ് ഇവനാ പറയുന്നത്. ഇവന്റെ ഉമ്മ ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവന്റെ ഉമ്മ ഒരുപാട് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ഇവനെ ശരിയായിട്ടൊരു വാപ്പയെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവൻ എല്ലാവരും ഈ രൂപത്തിൽ ഉണ്ടായതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇങ്ങനെയുള്ള ചിലരന്മാരെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുക, അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, മതം വിട്ടവരെ മതത്തിന്റെ മാനവികത പഠിപ്പിക്കാൻ. കൂടുതൽ മുസ്ലിങ്ങൾ ഇവരെ മനസ്സിലാക്കി എതിർത്തിട്ടില്ലെങ്കിൽ ഇസ്ലാമിന് നെഗറ്റീവ് എഫക്റ്റ് ആണോ ഇവര് കാരണം ഉണ്ടാകുന്നത്, പോസിറ്റീവ് എഫക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ അനുഭവിച്ച് തന്നെ അറിയാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ആ വിഷയത്തെ സംബന്ധിച്ച്. അപ്പോ ഇവന്റെ വീട്ടില് ഇവന്റെ ഉമ്മ, ഇവന്റെ സഹോദരി, ഇവന്റെ ഭാര്യ, മക്കൾ ഇവരൊക്കെ ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും എണ്ണമറ്റ ആളുകളെ കയറ്റുന്നവരല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തെളിഞ്ഞു നിന്ന് ഇന്നത്തെ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഇത്രമാത്രം പുഴുത്ത തെറികൾ മീഡിയയിലൂടെ വിളിക്കാൻ ഇവന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ തള്ള തൂറിയിട്ടതിന്റെ കേടല്ലേ അത്? അല്ലേ? നല്ല ഉമ്മയ്ക്കുണ്ടായതാണെങ്കിൽ ഇങ്ങനെ പറയില്ല. ഇവന്റെ തള്ള ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും ടിക്കറ്റ് വെച്ചിട്ട് 100 കണക്കിന് ആളുകളെ കയറ്റി ഉണ്ടായതായത് കൊണ്ടാണ്, ഓഡിയൻസ് ക്ഷമിക്കണം, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത്.
അല്ലേ? ഇവനെയൊക്കെ എങ്ങനെയാ നമ്മൾ വെറുതെ വിടുക? പബ്ലിക്കില് ഇവന്റെയൊക്കെ മുഖം വലിച്ച് കീറണ്ടേ നമ്മൾ? ഇവൻ ഇങ്ങനെ വായി കൂടെ പുഴുത്തിട്ട് ഇവൻ പള്ളി പോകുക എന്തിനെ? നിക്കരിച്ചാൻ. മതം വിട്ടവരെ എന്ത് പറഞ്ഞിരുന്നാലും ശരി അത് സ്വീകരിക്കാനും അത് സ്വീകരിച്ച് ഇവനൊക്കെ പ്രതിഫലം നൽകാനും ഒരു വാനലോക രക്ഷിതാവ് കാത്തിരിപ്പുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതെ, ഇവരെ പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ എവിടെ കിട്ടിയാലും അത് പുറത്തറിയണം. എന്തുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം വിമർശിക്കപ്പെടുന്നത്? ഇവർ പറയും കുറച്ചുപേരല്ലേ. കുറച്ചുപേരല്ല, കുറച്ചുപേരല്ല. ഞാൻ കരഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത്തരം ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടേക്ക്, പോയിക്കോ. ഇങ്ങനത്തെ ആളുകളെയൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ ഇസ്ലാം മതത്തിൽ നിന്നിട്ട് ശരിക്കും പഠിച്ചു മനസ്സിലാക്കി ഈ മതത്തിന്റെ മാനവിക വിരുദ്ധതകൾ പുറത്തു പറയുന്ന ആളാണ്. ആ വീഡിയോ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആകുമെങ്കിൽ മാത്രം നിന്നാൽ മതി. നിങ്ങളെ ആരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. വേണ്ടവര് കേട്ടാൽ മതി, താല്പര്യമുള്ളവർ നിന്നാൽ മതി. എല്ലാവരും നിൽക്കണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല. അപ്പോ ഉസ്താദുമാരെ വിമർശിച്ചാൽ കുറ്റം, ഈ മതത്തിലുള്ള മാനവ രാഹിത്യങ്ങളെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ തന്നെ ഉപയോഗിച്ച് വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ കുറ്റം. ഇവന്മാരെന്തുവാ പറയുന്നത്? പുഴുത്ത തെറികളാ. പാപ്പയെയും ഉമ്മയെയും തന്നെ ഡാഷിന്റെ മക്കളെ എന്ന് വിളിച്ച് ശീലിച്ചിട്ടുള്ള ആളുകളാണ് ഇവര്. അതുകൊണ്ട് ഇവര് ഇതൊക്കെ അർഹിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. വേറൊരുത്തൻ കല്ലുകളെ ആരാധിക്കുന്നവനെ പൂരത്തെറി വിളിക്കുന്നു. വേറൊരുത്തൻ വന്നിട്ട് മതത്തിൽ നിന്നും പുറത്തുപോയി മതത്തെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞു വന്ന് ഇവർക്ക് ആർക്കെങ്കിലും ഈ മതത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? എന്നിട്ട് ആ പൂരത്തെറി പറയുന്നവൻ എന്നെ സംവാദത്തിന് വിളിക്കുക. എന്തിന്? തെറി പറഞ്ഞിട്ടുള്ള സംവാദത്തിനോ, അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള സംവാദത്തിനോ? ഇവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ഇതിനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അനില ഇത്തരക്കാരെയൊക്കെ പറഞ്ഞു വിട്ടേരാ കേട്ടാ. ഒരു എന്താണ് സ്പാൽബറോ അവൻ വന്നിട്ടുണ്ട്, അവനെ പറഞ്ഞു വിട്ടേരെ. നമ്മുടെ ലൈവ് ദഹിക്കാത്ത ആരെയും ഇതിനകത്ത് നിർത്തണ്ട, പറഞ്ഞു വിട്ടേക്ക്. ഇവരെ ആരെയും നമുക്ക് ആവശ്യമില്ല. ഫാബ് പറഞ്ഞു വിട്ടേരെ, അവന്റെ കാര്യം നോക്കാൻ നമ്മൾ അവരുടെ വീട്ടിൽ പോയി എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നത്. നമുക്ക് ഇത്തരം തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്ത മനുഷ്യന്റെ ശരീരത്തിലുടനീളം, ജീവിതത്തിലുടനീളം, ലിംഗാഗ്രത്തിലും താടിയിലും വരെ മതം കൊണ്ട് നടക്കുന്ന ആളുകളെ നമുക്ക് ആവശ്യമില്ല. ഈ ലൈവിലെന്നല്ല ഒന്നിലും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി, എനിക്ക് എൻ്റെ പണി. നാസറിനെ ആരടാ ഇങ്ങോട്ട് വിളിച്ചത്? എൻ്റെ പേരും വയസ്സും വീടും ഒക്കെ അറിഞ്ഞിട്ട് എന്തിനാടാ കല്യാണം ആലോചിക്കാനോ? ഇറങ്ങിപ്പോടാ, വല്ലതും കേൾക്കാതെ ഇറങ്ങിപ്പോയിക്കോ മോനെ, അതാ നല്ലത്. നിങ്ങൾക്കാർക്കും ദഹിക്കുന്ന വിഷയങ്ങളല്ല പറഞ്ഞപ്പോ ഇവർക്ക് എന്നോട് ഇത്രയധികം വിരോധം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ മതം ഉപേക്ഷിച്ചു എന്നത്. മതം ഉപേക്ഷിച്ചപ്പോൾ ഞാൻ നരകത്തിന്റെ വക്താവായി. എനിക്കില്ലാത്ത എന്ത് വേദനകളാണ് ഈ മലരന്മാർക്കുള്ളത്? ശരി, ഇവനൊക്കെ ചൊറുകം കിട്ടിയോ? ഈ അമ്മയെയും പെങ്ങളെയും ഉമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാൻ പറ്റാത്ത ഈ ലിംഗമതക്കാർ, ലിംഗ ചിന്തക്കാർ, ഇവന്മാരുള്ള സ്വർഗം എങ്ങനെ ആയിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കിക്കേ. കുളിയില്ലാത്ത കളി മാത്രമുള്ള ഒരു ചൊറുകം. ആ ചൊറുകത്തിൽ നീയൊക്കെ പോയിക്കോടാ, ഞാനിക്ക് പോകണ്ട. ഞാൻ നരകത്തിൽ കിടന്ന് എരിയുമ്പോൾ എനിക്കില്ലാത്ത വേദന ആ വിഷയത്തിൽ ഒരു മലരന്റെ മക്കൾക്കും വേണ്ട. നിനക്കൊക്കെ ചൊറുകം കിട്ടിയെന്ന് ഉറപ്പായോ? ചൊറുകത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയോ? വാങ്ങിച്ചിട്ട് പോയിരുന്ന് അനുഭവിക്കടാ, പൊയ്ക്കോ. എന്റെ നരകമോർത്ത് വിഷമിക്കാൻ നീയൊക്കെ ആരടാ? അതുകൊണ്ട് നിങ്ങളെ ആരുടെ ആവശ്യമില്ല. ഒന്ന് അത് മാത്രം. രണ്ടാമത്തെ കാര്യം, ഈ മതത്തെ വിമർശിക്കുന്നു എന്നതാണ്.
ഇവരൊക്കെ മദ്രസയിൽ പോയി ഉസ്താദിന് കമിഴ്ന്നും മലർന്നും കിടന്നു കൊടുത്തിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. ഈ മതപുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ, ഇതിന്റെ അർത്ഥം ഇതാണോ എന്ന് അറിയാനുള്ള തിരിച്ചറിവ് തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലേ ഉണ്ടാകൂ. ഇത് തലച്ചോറ് നായ തിന്നില്ലേ? തലച്ചോറില്ലല്ലോ. ഇവര് ചിന്തിക്കുന്നത് ലിംഗം കൊണ്ടല്ലേ? അതുകൊണ്ട് ഇവർക്ക് അതൊരു ദേഷ്യം. മൂന്നാമതായി, നരേന്ദ്രമോദി ഈ രാജ്യത്തിനു വേണ്ടി ചെയ്തിരിക്കുന്ന സേവനങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നു. ഈ രാജ്യത്തെ തീവ്രവാദത്തെ അമർച്ച ചെയ്യുന്നതിനു വേണ്ടി, തീവ്രവാദികൾക്ക് പണി കൊടുക്കുന്നതിനു വേണ്ടി, തീവ്രവാദികൾക്ക് ജയിലൊരുക്കുന്ന നരേന്ദ്രമോദിയുടെ മാത്രമല്ല ഏതൊരു ഭരണാധികാരിയുടെയും, ഏത് സംസ്ഥാനത്തിരുന്നിട്ടായിരുന്നാലും ശരി, നല്ല കാര്യങ്ങൾ ചെയ്താൽ തീവ്രവാദത്തിനെതിരെ മുന്നോട്ട് വരുന്ന ഏതൊരു രീതിയെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതാണ് എന്നോട് അടുത്തതായിട്ട് ഇവർക്ക് വിരോധം തോന്നാനുള്ള കാരണം. കമാല് പോയിക്കോ, മുമ്പോട്ട് ഉസ്താദ് വന്നിട്ടേ കമിഴ്ന്നും മലർന്നും കിടക്കാനുള്ള ക്ലാസ്സുകൾ അവിടെ പോയി കേട്ടു. നിങ്ങളെ ആരെയും എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ കമന്റ്സ് എനിക്ക് കിട്ടില്ല, നിങ്ങളുടെ ലൈക്ക് എനിക്ക് കിട്ടില്ല, ഒരു വിഷമവുമില്ല. എനിക്കൊരു വിഷമമില്ല. നിന്നെ പോലെയുള്ള ലിംഗചിന്തക്കാര് വരാതിരിക്കാമോ അത്രയും നല്ലത്. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് എങ്കിലും വേസ്റ്റ് ആകത്തില്ലല്ലോ. ആരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. അപ്പോ നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നതെന്നും ഈ മതതീവ്രവാദ സംഘടനകൾ എന്താണ് ഈ രാജ്യത്ത് ചെയ്യുന്നതെന്നും രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എൻ്റെ കാഴ്ചപ്പാടില്, എൻ്റെ ചിന്തയില്, എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ, BJP കേരളത്തില് ഭരിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച് ഭരണം BJP ഏൽപ്പിച്ചാൽ BJP എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും സഹോദരിമാർക്കുമൊക്കെ പേടി കൂടാതെ കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാനും, കേരളത്തിൽ എവിടെയും ജീവിക്കാനും, കേരളത്തിൽ ഏത് സ്ഥാപനത്തിലും ജോലി ചെയ്യാനും ഉള്ള ഒരു അവസരം കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രയോറിറ്റി. നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് കേരളം കിട്ടിയാൽ സ്ത്രീകൾക്ക് സ്വസ്ഥമായും സ്വതന്ത്രമായും യാത്ര ചെയ്യാൻ സാധിക്കും. നിർഭയത്വം കിട്ടും. UP നിർഭയ സംസ്ഥാനമായിട്ട് മാറിയില്ലേ? UPയിൽ ഇന്ന് ആരെന്ത് ചെയ്തിരുന്നാലും ശരി, പാർട്ടി നോക്കാതെ, രാഷ്ട്രീയമോ മതമോ ആളോ നോക്കാതെ അവർക്കുള്ള ശിക്ഷ കിട്ടിയിരിക്കും. അവർക്കുള്ള അത്താഴം കിട്ടുമെന്ന് പറഞ്ഞതുപോലെ കിട്ടി. എന്നാൽ മതതീവ്രവാദ സംഘടനകൾ ഈ നാട്ടിൽ എന്താണ് ശ്രമിക്കുന്നതെന്ന് നോക്കിക്കോ. ദാവൂദ് എന്ന് പറയുന്ന ഒരു തമ്മാടി, തമ്മാടികളെ തമ്മാടി എന്നെ വിളിക്കണം, കേൾക്കല്ലോ, ഇതുവഴി കേൾക്കട്ടെ. ഇല്ലേ, ആ ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസിന്റെ ഇരുട്ടുമുറിയിൽ ഇരുന്ന് പറഞ്ഞു VS മുസ്ലിങ്ങൾക്കെതിരെ പ്രചരണം നടത്തിയവരാണ്. എത്രയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല ദാവൂദിനോട്. ദാവൂദേ, 1982 പ്രബോധനത്തിൽ നീ എഴുതിയ ഒരു ലേഖനുണ്ട്. ആ ലേഖനത്തിന്റെ പേര് എന്താണെന്നറിയോ? ജിഹാദ് അൺലിമിറ്റഡ്. പ്രബോധനം ജിഹാദ് അൺലിമിറ്റഡ്. എഴുതിയ ആളുടെ പേരെന്തറിയോ? സീതി കുട്ടിയാജി മരിച്ചു. ഇതിന്റെ കുടുംബക്കാരൻ ഇവിടെ ഉണ്ട്. ഈ നല്ലളം ഭാഗത്തൊക്കെ ഒരുപാട് സീതികളില്ലേ? അതുപോലത്തെ ഒരു സീതിയാണെന്ന് നിങ്ങൾ വിചാരിച്ച് അല്ല. ഈ സീതി ആരാന്നറിയോ? ചളിക്കൽ ദാവൂദ്. ചളിക്കൽ ദാവൂദ് നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല. ചളിക്കൽ വീട്ടുപേര്, അത് ചുരുക്കിയിട്ടാണ് സി ദാവൂദ് ഒന്നുകൂടി ചുരുക്കിയാൽ ഇംഗ്ലീഷിൽ CD എന്നാവും. ആ CD മലയാളിവൽക്കരിച്ച് CD എന്ന കള്ളപ്പേരിൽ ഈ രാഷ്ട്രീയ തമ്മാടി എഴുതിയതാണ് ഈ ലേഖനം. എന്താണ്? ജിഹാദ് അൺലിമിറ്റഡ്. ഒരുപാട് വായിക്കാനുണ്ട്. എന്റെ ശബ്ദം പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് വായിക്കുന്നില്ല. അതില് ഇയാൾ പറയാൻ എന്താ പറയുന്നത്? SDPIക്കാര് ഈ കേരളത്തിൽ ഇതര മതസ്ഥരിലെ ആളുകളെ മുസ്ലിങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ എന്താ എഴുതിയത്? ഈ SDPIക്കാര് അവിടെ കൊണ്ടും നിർത്തിയില്ല. മുസ്ലിം സംഘടനാ ഓഫീസുകളിലേക്ക് ഒരു കിടിലൻ ചോദ്യാവലി തയ്യാറാക്കി അയച്ചു. നിങ്ങളുടെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനത്തിന്റെ വമ്പനൊരു ഗവേഷണ പദ്ധതി എന്ന നിലക്കാണ്, അതായത് മുസ്ലിം സ്ഥാപനത്തിലേക്ക് അവരുടെ ഒരു ആസ്ഥാന മേധാവിയെ കൊണ്ട് ചോദ്യം എഴുതി അയപ്പിച്ചു. ആര്? SDPIക്കാരൻ. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ ഈ കാലത്തിനിടയിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾക്കും, ലീഗിന്, MES-ന്, ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാവർക്കും, ഇയാൾ പറയാണ്, ഞാനല്ല, സീതാബൂദ്. ചോദ്യം ഇതാണ്: നിങ്ങൾ എത്ര പേരെ ഇതുവരെ മുസ്ലിങ്ങളാക്കി ഇതര മതസ്ഥരിൽ നിന്ന്? 2001 എത്ര?
2003 എത്ര, 2023 എത്ര, പിന്നെ ഡോസ് ഡാഷ് ഡാഷ് ഇത് തുടരും. ഇസ്ലാം സ്വീകരിച്ചവരെ എവിടെ താമസിപ്പിക്കുന്നു, ആളുകളെ ഇസ്ലാമാക്കാൻ എത്ര പണം ചെലവഴിക്കുന്നു, അത് നിങ്ങളുടെ സംഘടനാ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം വരും, ടോട്ടൽ സംഘടനാ ബഡ്ജറ്റ് എത്ര എന്ന് തുടങ്ങി മുസ്ലിം സംഘടനകൾക്ക് കത്ത്. ആര്? SDPI. ഞാൻ പറയില്ല, ദാവൂദ് പറയും. എന്നിട്ട് ഈ ചോദ്യത്തിന് മറുപടി കിട്ടാതെന്നപ്പോ അവര് പറഞ്ഞു നിങ്ങളൊന്നും മുസ്ലിം സംഘടനകളല്ല. എന്നിട്ട് ദാവൂദിന്റെ ഒരു വിലയിരുത്തല്, ഇങ്ങനെയും ഒരു ഗവേഷണമാകാം. നിങ്ങൾ ഈ കാലത്തിനിടയിൽ എത്ര പേര് കൊന്നു, 2001 എത്ര പേര്, 2002 എത്ര, നിങ്ങൾ ബോംബിന് ചെലവാക്കുന്ന തുക എത്ര, വാളിന് ചെലവാക്കുന്നത് എത്ര, ക്രിക്കറ്റ് ബാറ്റിന് ചെലവാക്കുന്നത് എത്ര, അത് ടോട്ടൽ സംഘടനാ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം? എങ്ങനെയുണ്ട്? ഇത് ഞങ്ങൾ പറഞ്ഞതാ. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഔട്ട് ഓഫ് ഫോക്കസിലെ സി ദാവൂദിന്റെ ലേഖനം, പ്രബോധനത്തിൽ വന്ന ലേഖനം, ഇതിനെ കൂടി ബേസ് ചെയ്ത് നിങ്ങൾ ദാവൂദ് എന്ന ഉള്ള കാര്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. മുസ്ലിം സംഘടനകളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിട്ടുള്ള ചളിക്കൽ ദാവൂദിന്റെ ചോദ്യമാണ്, നിങ്ങൾ വാളുവാങ്ങാൻ എത്ര ചിലവഴിച്ചു, എത്ര പേരെ കൊന്നു, എത്ര പേരെ മതം മാറ്റി, മതം മാറ്റിയതിന് നിങ്ങൾക്ക് ചിലവായ പണം എത്രയാ, എവിടെയാണ് നിങ്ങൾ അവരെ താമസിപ്പിച്ചിരിക്കുന്നത്? അതാ പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ, നമ്മുടെ നാട്ടിലെ മതപരിവർത്തനങ്ങൾക്കു പിന്നിൽ, അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള അജണ്ടകൾക്കു പിന്നിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് സ്വപ്നം കാണുന്ന കുറച്ചധികം മത തീവ്രവാദികളുണ്ട്. അവരെ മനസ്സിലാക്കി തള്ളിപ്പറഞ്ഞാൽ നമ്മൾ മോശക്കാരായി മാറി. നമ്മളോടുള്ള ദേഷ്യം അതാണ് ഇവർക്ക്. എന്നോട് ഇവർക്കുള്ള പകയും ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ആളുകൾ എതിർക്കുന്നത്, വിമർശിക്കുന്നത്? അതിനുള്ള ഉത്തരം ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളിൽ. ഇവരെതിർക്കപ്പെടേണ്ടവരാണോ, വിമർശിക്കപ്പെടേണ്ടവരാണോ, അതോ കെട്ടിപ്പിടിച്ചു കൂടെ കൂട്ടേണ്ടവരാണോ? എന്തുകൊണ്ടാണ് ഇവർ ഭാരതത്തിന്റെ ശത്രുക്കളായി മാറുന്നത്? ഇവർ ആദ്യം കൈവയ്ക്കുന്നത് ഈ ഭാരതത്തിന്റെ മതേതരത്വത്തെയാണ്. ഈ ഭാരതത്തെ അവർ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് തീവ്രവാദം കൊണ്ടുവന്ന് ഈ നാട് ഒരു താലിബാനാക്കി മാറ്റണം. ഈ ഇന്ത്യ, ഇവിടത്തെ ബഹുസ്വരത തകർക്കണം. ഇവിടെയുള്ള നാനാത്വത്തിൽ ഏകത്വം എന്നതുപോലെ എല്ലാ മനുഷ്യനും പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും ജീവിക്കുന്നതിന്റെ കടക്കൽ കത്തിവെക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. മോദി ഇപ്പൊ നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. പാർലമെന്റിലോട്ടും നിയമസഭകളിലേക്കും എല്ലാം ഉള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ പ്രാവശ്യം നടത്തുക. ഭയങ്കര തർക്കം. ഒറ്റ രാജ്യം ഇപ്പൊ നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. പാർലമെന്റിലോട്ടും നിയമസഭകളിലേക്കും എല്ലാം ഉള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ പ്രാവശ്യം നടത്തുക. ഭയങ്കര തർക്കവും വഴക്കമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് തർക്കവും വഴക്കവും ഉണ്ടായ കാര്യങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തു. കാശ്മീരിന്റെ കാര്യത്തിൽ, ക്ഷേത്രം പണിയുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി. ഇപ്പൊ മുന്നോട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോരോ കാര്യത്തിനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കും. ഇപ്പൊ ബീഹാറിലെയൊക്കെ ഇലക്ഷനകത്ത് അർഹതപ്പെടാത്തവനെല്ലാം പുറത്തു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യം ഇതൊക്കെ തുറന്നു പറഞ്ഞാലാണ് ഇവർക്ക് കുരുക്കൾ പൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുരുക്കൾ പൊട്ടുന്ന ഈ രാജ്യത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് 2047 അതിനു മുമ്പ് ഇങ്ങനൊരു ഗോൾ സെറ്റ് ചെയ്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം മാത്രമാണ്. ഓർമ്മയില്ലേ? അതെ. അതിനുശേഷം രാഷ്ട്രത്തിനൊരു ഗോൾ ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിജിയാണ്. 2047 ആവുമ്പോൾ ഒരു വികസിത രാഷ്ട്രമായി നമ്മൾ മാറണം. ഈ വികസിത രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർഫിഷ്യൽ കൺസെപ്റ്റ് അല്ല. വികസിത രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം താഴെത്തട്ട് മുതൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരെ ഒരേ സ്റ്റാൻഡേർഡിൽ വികസിച്ച് സാധാരണക്കാരന്റെ ഒരു പട്ടിണി പാടെ ഇല്ലാതാക്കി സാധാരണക്കാരന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രമാണ് വികസിത രാഷ്ട്രം. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇപ്പം ജപ്പാനിൽ പോയാൽ സാധിക്കും. അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്ന ഒരു സ്വപ്നം നരേന്ദ്രമോദിജിക്ക് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ.
ഇവിടെയാണ് ഈ രണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയവും ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് 2047 അതിനു മുമ്പ് ഇങ്ങനൊരു ഗോൾ സെറ്റ് ചെയ്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം മാത്രമാണ്. ഓർമ്മയില്ലേ? അതെ. അതിനുശേഷം രാഷ്ട്രത്തിന് ഒരു ഗോൾ ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിജിയാണ്. 2047 ആവുമ്പോൾ ഒരു വികസിത രാഷ്ട്രമായി നമ്മൾ മാറണം. ഈ വികസിത രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർഫിഷ്യൽ കൺസെപ്റ്റ് അല്ല. വികസിത രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ താഴെത്തട്ട് മുതൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരെ ഒരേ സ്റ്റാൻഡേർഡിൽ വികസിച്ച് സാധാരണക്കാരന്റെ ഒരു പട്ടിണി പാടെ ഇല്ലാതാക്കി സാധാരണക്കാരന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രമാണ് വികസിത രാഷ്ട്രം. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പം ജപ്പാനിൽ പോയ ഏത് ഇസ്ലാമിക രാജ്യത്താണ് ഇദ്ദേഹം ഈ പറഞ്ഞ രൂപത്തിൽ വികസിച്ചതായിട്ട് നമുക്കറിയുന്നത്? പാകിസ്ഥാൻ എടുക്ക്, അഫ്ഗാനിസ്ഥാൻ എടുക്ക്, ബംഗ്ലാദേശ് എടുക്ക്, സിറിയ, തുർക്കി, ഇറാൻ, ഇവിടുത്തെ ഒക്കെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മറ്റു മതവിഭാഗങ്ങൾ, അതായത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും പീഡനങ്ങളും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുവല്ലേ, അല്ലെ? അതേപോലെ ഒരു രാജ്യമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്ന ഒരു സ്വപ്നം നരേന്ദ്രമോദിജിക്ക് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഇവിടെയാണ് ഈ രണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം. ഇതിനു മുമ്പ് ഇസ്ലാമിക രാഷ്ട്രവാദം വൈകിയാണെങ്കിലും മുന്നോട്ട് വെച്ച ആരും ഈ രാജ്യത്തിന്റെ വികസനത്തെ ലക്ഷ്യം വെച്ചിട്ടില്ല. അവര് ലക്ഷ്യം വെച്ചതൊക്കെ മതത്തെ ആയിരുന്നു. അവർക്ക് വേണ്ടതും മതരാജ്യമാക്കി മാറ്റുക എന്ന കോൺസെപ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ മതമല്ല പ്രധാനം എന്ന് ഇന്ന് ചിന്തിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് സമാധാന നൊബേൽ സമ്മാന ജേതാവ് മരിയ കൊറീന മച്ചാഡോ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നതായും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന് ഏകാധിപത്യത്തിൽ നിന്ന് മോചിതമാകുന്ന വെനിസ്വേലയുടെ മികച്ച പങ്കാളിയാകാൻ കഴിയുമെന്ന പ്രത്യാശയും അവർ പങ്കുവച്ചു. ഈ രാജ്യത്തെ പുറത്തുള്ള മുഴുവൻ രാജ്യങ്ങളും അംഗീകരിക്കുന്നത്, നരേന്ദ്രമോദിയെ ലോക നേതാവായി കണക്കാക്കുന്നത് ഈ രാജ്യത്തിന്റെ വികസനം കണ്ടിട്ടാണ്. ഈ രാജ്യത്തിന്റെ വളർച്ച എങ്ങനെയാണ് എന്ന് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി വേണ്ടത് ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കലാണ്. കോൺഗ്രസിന് മൊത്തത്തിൽ 15 പ്രാദേശിക ഘടകങ്ങൾ. ഇതിൽ 12 പേരും വല്ലഭായ് പട്ടേലിന് വോട്ട് ചെയ്തു. ബാക്കി 3 ഘടകങ്ങൾ ആചാര്യ കൃപാലിനിക്കും പട്ടാമ്പി സീതാരാമനും വോട്ട് ചെയ്തു. നെഹ്റുവിനെ ആരും തിരഞ്ഞെടുത്തില്ല. അപ്പോ മോഹൻ മെസ്സിരി ഇടയിൽ കയറി വന്നു. വല്ലഭായ് പട്ടേലിനോട് എങ്ങനെയും പ്രധാനമന്ത്രി പദം നെഹ്റുവിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. നെഹ്റുവിന് എല്ലായിടത്തും 1ാം സ്ഥാനത്ത് ഇരിക്കണമെന്ന് പൂതിയായിരുന്നു പോലും. തമ്മിൽ വിഘടിക്കേണ്ടി വരും എന്ന് മോഹൻ മെസ്സിരി കട്ടായം പറഞ്ഞപ്പോൾ പാവം പട്ടേൽ സമ്മതിച്ചു. പക്ഷെ കമ്മിറ്റിയിലെ അംഗങ്ങൾ ബഹളമുണ്ടാക്കി. അവരെയും ഹെഡ് മെസ്സിരി പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഒറ്റ വോട്ട് പോലും കിട്ടാത്ത നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കി തിരഞ്ഞെടുത്തു. അതായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിനെ തന്നെ അടപടലം രായ്ക്ക് രാമായണം യാതൊരു ഉറപ്പുമില്ലാതെ കമത്തിയ നെഹ്റുവിന്റെയും മോഹൻ മെസ്കരിയുടെയും പടം വീർ സവർക്കറിന് താഴെയായി പോയി എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ പ്രശ്നമുണ്ടാക്കിയത്. ആ നെഹ്റുവിന്റെ ചെറുമകന്റെ മകനാണ് ഇലക്ഷൻ കമ്മീഷൻ കള്ളവോട്ടിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് തേരാ പാരാ നടക്കുന്നത്. എങ്ങനെയുണ്ട് കളി? ഇഷ്ടായില്ലേ? പ്രത്യേകിച്ച് മോഹൻ മെസ്കരിയുടെ തേപ്പ് സോറി ജനാധിപത്യ ബോധം. ഗണപതിക്ക് വെച്ചത് കാക്കയായിട്ട് വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നെഹ്റുവിന്റെ വായിൽ വെച്ചു കൊടുത്തു. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നല്ലേ? സത്യത്തിൽ മേസ്തരിയുടെ കൈ പുണ്യമേറ്റു. പിന്നെ പൊൻകുഞ്ഞുങ്ങളെ ഊട്ടുന്നതിനുള്ളതായി കോൺഗ്രസ്. ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റയാൻ ഗാന്ധി. അല്ലപ്പോ ഗാന്ധിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും? ശേഷം അങ്ങനൊന്നും വിചാരിക്കാൻ പാടില്ല. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ സർവാത്മന യോഗ്യതയുള്ള സർദാർ വല്ലഭായ് പട്ടേൽ RSSനെ ഇടക്കാലത്ത് നിരോധിച്ചു. പക്ഷേ ഭരണം തങ്ങളുടെ കയ്യിൽ വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടി നിർമ്മിച്ചു ഈ സംഘികൾ. നിരോധിച്ചവനെ സംഘികൾ അപ്പനായി കണ്ടതുകൊണ്ടാണോ? അല്ല. അതറിയണമെങ്കിൽ കേരള പാഠാവലി മാത്രം വായിച്ചാൽ പോരാ. ഗുജറാത്തിൽ ചെല്ലണം, ചോദിക്കണം. വല്ലഭായ് പട്ടേലിനോട് നെഹ്റു നമ്മുടെ മേസ്തരിയും കാണിച്ച സ്നേഹം, ആ സ്നേഹം നിങ്ങൾ അറിയണമെങ്കിൽ അത്രയും വലിയ പ്രതിമ പണിയണം. പട്ടേൽ എങ്ങനെയാണ് മരിച്ചതെന്നും മരണസമയത്തെ കോൺഗ്രസിന്റെ സ്നേഹവും ചരിത്രം പറയുന്നുണ്ട്. വേണ്ടവർ പോയി വായിച്ചു പഠിക്കണം, വളച്ചൊടിക്കലുകൾ ഇല്ലാതെ. പട്ടേലിനെ പട്ടിയെ പോലെ ഊക്കിവിട്ടത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ ചരിത്രം മറച്ചു വെച്ചാൽ 532 നാട്ടുരാജ്യങ്ങൾ പദം പറഞ്ഞും വിരട്ടിയും രാജനീതിയും പറഞ്ഞ് കൂടെ നിർത്തിയ പട്ടേലിന്റെ കയ്യിൽ നിന്ന് കാശ്മീരിന്റെ കാര്യം നെഹ്റു നേരിട്ടെടുത്തതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും മനസ്സിലാവില്ല. അതിലൂടെയാണ് പട്ടേലിനെ സംഘികളും ഏറ്റെടുത്തത്. എന്നിട്ട് കോൺഗ്രസിന് വല്ല വിഷമവും ഉണ്ടോ? ഇല്ലപ്പാ.
ഫോട്ടം അടിക്കുമ്പോൾ കണ്ടക്ടറെക്കാളും ഹെഡ് മാസ്റ്ററേക്കാളും തലപ്പൊക്കമുള്ള ഒരു തല ഒഴിവായില്ലേ? അവർക്ക് ഇതത് മതി. ആ വലിപ്പമുള്ള ഫോട്ടം വെക്കൽ പരിപാടിയെ എന്നേക്കുമായി ഒഴിവാക്കിയതാണ് നർമ്മദാ തീരത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ കൊണ്ട് BJP ചെയ്തത്. അത് മന്ത്രി ചെക്കല്ലേ? ശരിക്കും വായിച്ചു പഠിച്ചാൽ നിങ്ങൾ ഒരു കുതിരച്ചക്കോടെ കോൺഗ്രസിനോട് പറയുമെന്ന് 10 തരം. അല്ല, ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ കുടപ്പനക്കൊന്ന് വാരിയിൽ വെളിച്ചെണ്ണ തേക്കാതെ നിൽക്കുമ്പോ ഒന്ന് ചോദിച്ചു നോക്കി. ഈ രാജ്യത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളും ഈ രാജ്യത്തെ കോൺഗ്രസ് എങ്ങനെയാണ് തകർത്ത് തരിപ്പണമാക്കി മുസ്ലിം തീവ്രവാദത്തെ തഴച്ചു വളരാൻ വഴി വെട്ടിക്കൊടുത്തതെന്നും ഈ രാജ്യത്തിന്റെ ഹിസ്റ്ററി പഠിച്ചവർക്കറിയാം. വല്ലഭായി പട്ടേലിന്റെയും അതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒക്കെ ഈ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും എങ്ങനെയാണ് മങ്ങിപ്പോയതെന്നും ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. ബ്രിട്ടനിലും അമേരിക്കയിലും ജപ്പാനിലും ഒക്കെ പോയി പ്രസംഗിച്ചിട്ട് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പോലും മോശമാണ് എന്ന് പറഞ്ഞ് മലർന്നു കിടന്ന് തുപ്പി രാജ്യത്തോട് കൂറില്ലാതെ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ അങ്ങാടിയിൽ ചെന്ന് വിളിച്ചു പറയുന്ന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയായി കോൺഗ്രസ് കുടുംബാംഗം മാറുകയാണ്. രാജ്യത്തെ ഭരിച്ചു പാരമ്പര്യമുള്ള കുടുംബാംഗം മാറുന്ന ശോചനീയമായ സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ രാജ്യത്തെ മതതീവ്രവാദ രാജ്യമാക്കി മാറ്റാനും മതവൽക്കരിക്കാനുള്ള ശ്രമവും തീവ്രമായി തുടരുന്ന സാഹചര്യത്തിൽ അതിനെ എതിർക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആളുകൾ ഇത് മനസ്സിലാക്കി ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും ചരിത്രവും നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഈ രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന യാഥാർത്ഥ്യവും ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എക്സ്പെഷ്യലി മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് മുസ്ലിം സ്ത്രീകളടക്കം പുറം ലോകത്ത് വന്ന് ആ പൊട്ടക്കിണറല്ല ലോകം, അതിന് പുറത്തൊരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി ലോകത്തോട് തനിക്കറിയുന്ന യാഥാർത്ഥ്യങ്ങൾ ആരെയും ഭയക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ സുലുമോൾ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ അവരോട് അപ്പോഴേക്കപ്പോഴേ മറുപടി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയാറില്ല. ഞാൻ അവരോടൊക്കെ പറയും എന്റെ ഒഴിവ് പോലെ ഞാനൊരു വീഡിയോ ചെയ്യാന്ന്. ഒരു പക്ഷേ ഞാനിങ്ങനെ ഒരു മുസ്ലിം വനിത BJP-യിൽ വന്നതുകൊണ്ടാവും ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പൊ എന്തായാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ നമുക്ക് ബാബരി മസ്ജിദിനെ കുറിച്ചും രാമക്ഷേത്രത്തെ കുറിച്ചും പറയാം. ഇപ്പൊ ഈ കുത്തിത്തിരിപ്പന്മാരൊക്കെ പറയുന്നത് ബാബരി മസ്ജിദ് പൊളിച്ച് പള്ളിപ്പറമ്പില് ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഇതൊന്നും ഇവർക്ക് അറിയായിട്ടല്ല. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രാമന്റെ ജന്മഭൂമി ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഭാരതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസികളായിരുന്നല്ലോ കൂടുതല്. അപ്പൊ ഇവര് എത്രയോ ഭൂമികൾ നമുക്ക് ഹിന്ദു വിശ്വാസികൾ കൂടുതലായതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യം മതേതര രാജ്യമായി, ജനാധിപത്യ രാജ്യമായി, ബഹുസ്വര രാജ്യമായി നിലനിൽക്കുന്നത്. BJP-ക്ക് കിട്ടിയ ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയ്ക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ രാജ്യം ബംഗ്ലാദേശിനേക്കാൾ, പാകിസ്ഥാനേക്കാൾ, താലിബാനികൾ ഭരിക്കുന്ന അഫ്ഗാനേക്കാൾ അധപ്പതിച്ച രൂപത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു. നിങ്ങൾക്ക് പള്ളികൾക്കും വീടുകൾക്കും ഒക്കെ വേണ്ടി വിട്ടു തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ വിട്ടുകൊടുക്കുന്നതിന്റെ പുറത്ത് ഇവരെ പ്രധാനപ്പെട്ട ഭൂമികളും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ സ്വന്താക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കില്ല. ഈ ഹിന്ദുക്കൾ ക്ഷമല്ല ആളുകളായതുകൊണ്ടാണ് ഏകദേശം 500 വർഷത്തോളം അവർ കാത്തിരുന്നത്. ഇപ്പൊ കോടതി വിധി വന്ന ശേഷമാണ് അതില് ക്ഷേത്രം അവർ നിർമ്മിച്ചത്. എന്നിട്ടും അവര് ഈ രാമക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ലോക ശ്രദ്ധ നേടുന്ന രീതിയിലുള്ള ഒരു മുസ്ലിം പള്ളിയാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ഇതാണ് ഹിന്ദുക്കള്. അവർ RSS ഏത് വിഭാഗത്തിൽ പെട്ടാലും അവര് ക്ഷമല്ലോരാണ്. അവർക്ക് ക്ഷമ ഉണ്ടെന്നില്ല നമ്മൾ പടത്തും കണ്ടതല്ലേ. ഇപ്പൊ അടുത്ത് ഗണപതി മിത്താണെന്ന് പറഞ്ഞു. അവരെ ചെന്നിട്ട് ആ പറഞ്ഞ ആളുടെ നാവാരിയെ കൈ വിട്ടൊന്നും ചെയ്തിട്ടില്ല. അവർ ക്ഷമയോടെ അതിന് പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ മുസ്ലിം സഹോദരിമാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഹിന്ദുക്കളെ ക്ഷമ കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഭാരതത്തില് ഇത്രയും കൂടുതൽ പള്ളികളും മദ്രസകളും വീടുകളൊക്കെ വെച്ച് സമാധാനത്തോടെ ഇവിടെ നിൽക്കുന്നത്. ഈ ഭൂമിയിൽ മറ്റെവിടെ ഈ ഭാരതത്തിൽ അത്ര സമാധാനമല്ല. ഇപ്പോ മുസ്ലിങ്ങൾ മാത്രല്ല, അതല്ലെങ്കിൽ കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളാണ് പാകിസ്ഥാന്, ഫലസ്തീന്, താലിബാന്, അഫ്ഗാനിസ്ഥാന്. ഇവിടൊക്കെ എന്ത് സമാധാനമാണ് ഉള്ളത്? പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കൊക്കെ എന്ത് സമാധാനം അവിടെ ഉള്ളത്? അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ഇടാൻ പറ്റുന്നുണ്ട് അവിടെ. ഞാൻ മനസ്സിലാക്കിയതും എന്റെ ഒരു പഠനത്തിനനുസരിച്ചും ഈ ഭാരതത്തിലുള്ള അത്ര സുഖസന്തോഷം നമുക്ക് ഒരു മനുഷ്യർക്കും ഈ ഭൂമിയിൽ മറ്റെവിടെയും കിട്ടൂല. ഈ ഭാരതം നമുക്ക് ഭൂമിയിലെ ഒരു സ്വർഗമാണ് ഈ ഭാരതം എന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ സുഖത്തോടെ, പ്രത്യേകിച്ച് ഹിന്ദു മെജോറിറ്റി ഉള്ള
ഈ ഭാരതമാണ് മുസ്ലിങ്ങളെ നിങ്ങളുടെ സ്വർഗം. കൂടുതൽ മുസ്ലിങ്ങൾ സുരക്ഷിതരായി സന്തോഷത്തോടെ ജിഹാദുകൾ പറഞ്ഞും ചെയ്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തും സുന്ദരമായി ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നു അവർക്ക്. ഈ രാജ്യത്തിനകത്ത് നിന്നിട്ട് തന്നെ ഈ നാടിന്റെ അടിത്തറ വാരാൻ ഇവർക്ക് സാധിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ മതേതരന്മാരായതുകൊണ്ടും ക്ഷമയുള്ളവരായതുകൊണ്ടും സമാധാനം ശീലിച്ചവരും നല്ല തന്തയുണ്ടാക്കി നല്ല തള്ള പെറ്റ് വളർത്തി നല്ല കൾച്ചറിൽ വളർന്നത് കൊണ്ടുമാണ് ഇവർക്ക് അതിന് സാധിക്കുന്നത്. സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കുക. പിന്നെ എല്ലാവരും ചോദിക്കണം എന്താണോ, BJP-യിൽ നിൽക്കാൻ പേടില്ലെന്നാണ്. എനിക്കൊരിക്കലും BJP-യിൽ നിൽക്കാനോ ഞാൻ സംഘടനയാണെന്ന് പറയാനൊന്നും എനിക്ക് പേടില്ല. എനിക്കത് അഭിമാനം മാത്രമേ ഉള്ളൂ. ഈ പേടി ആർക്കാണെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് പഠിക്കാത്തവർക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ മതഗ്രന്ഥങ്ങളുണ്ട്. ബൈബിള്, ഖുറാന്, ഭഗവത്ഗീത, ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇതൊരു ഭ്രാന്തമായ രീതിയിൽ പഠിക്കാൻ പാടില്ല കേട്ടോ. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒരു ഭ്രാന്തമായ രീതിയിൽ പഠിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും വെട്ടും കൊലയൊക്കെ ഉണ്ടാവുക. ഇപ്പൊ ഞാൻ BJP-യിൽ വന്ന് കുറച്ച് കഴിഞ്ഞ ഉടനെയാണല്ലോ നമ്മുടെ രഞ്ജിത്തേട്ടന് അങ്ങനെയുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടത്. അപ്പോഴൊക്കെ എന്നോട് ചിലരൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, തീവ്ര സ്വഭാവമുള്ള ആളുകളൊക്കെ അല്ലേ, അപ്പോ ഇങ്ങനെയൊന്നും പേടിയില്ലേ, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഇവരോടൊക്കെ സമാധാനപരമായിട്ട് പറയും, ഞാൻ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മരണം എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോ പകുതി നമ്മുടെ അടുത്താണ് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. അല്ലാതെ ഞാനിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ നിന്നു, ഞാൻ BJP-യിൽ നിന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പുറത്തൊന്നും പോണ്ടേ? എനിക്ക് പാർട്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാവും, എനിക്ക് ഡ്രസ്സ് വാങ്ങേണ്ടി വരും, ഭക്ഷണം വാങ്ങേണ്ടി. ഒരു മിനിറ്റ്, സുൽഫത്ത് അവിടെ നിൽക്കട്ടെ. ലുമോറ എന്താ പറയുന്നത്? എല്ലാ മുസ്ലിംസും പറയുന്ന ഈ തീവ്രവാദികൾ ആണോ? നല്ല അച്ഛനമ്മമാരുള്ളവർ അല്ലെ, നല്ല അച്ഛനമ്മയുള്ളവർ എന്ന് പറയുന്നു. മുസ്ലിങ്ങൾക്കതില്ലേ? പോകല്ലേ, അവിടെ നിൽക്കേ. ഒരാൾ എന്നെ ഉപദേശിച്ചതാണ്, ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങളത് കേൾക്കണം, കേൾക്കാതെ പോകല്ലേ. കേൾക്കാതെ പോയാൽ ഇത് വലിയ നഷ്ടമാകും. അതുകൊണ്ട് കേട്ടിട്ടേ പോകാവൂ. ഇവന്റെ ഒരു നമ്പറിൽ ഇവൻ പൂരത്തെറി വിളിച്ച് വന്നിട്ട് ഇവനെ ബ്ലോക്ക് ചെയ്തപ്പോ അവൻ പറഞ്ഞങ്ങോട്ട് തീർന്നില്ല മുഴുവൻ തെറികളും. അതുകൊണ്ട് ഇവൻ അടുത്ത നമ്പറിൽ കയറി വന്ന് അവൻ ആ വിളിച്ചതിന്റെ ബാക്കി സുന്നത്തും ഫറലും ഒക്കെ കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ അടുത്ത നമ്പറിൽ കയറി വന്നു. അതുകൊണ്ട് ബ്ലോക്ക് മാറ്റി വാടി കുത്തിച്ച് ബ്ലോക്ക് മാറ്റി വാ എന്നോട് പറഞ്ഞില്ലേ. ഇവന്റെ ഉമ്മായ ആ നാട്ടിലെ മൊത്തം ആളുകളും വിളിക്കുന്നത് ഈ പേരാണ്. അതുകൊണ്ടാണ് അവൻ ആ പേരെടുത്ത വെടി അവന്റെ തള്ള. അങ്ങനെ വെടിവെക്കാൻ പോയിടത്ത് വാപ്പ കൂട്ടിയിട്ട് വന്നതാണ് ഈ വെടക്കിന്റെ ഉമ്മായെ. ബ്ലോക്ക് മാറ്റി വാടി കുത്തിച്ച് ബ്ലോക്ക് മാറ്റി വാ എന്നോട് പറഞ്ഞില്ലേ. സമ്പാദത്തിന് വായില്ല നമ്പർ. ഇവനുമായിട്ട് സംവദിക്കാൻ ഇവന്റെ തന്തയ്ക്കും തള്ളയ്ക്കല്ലേ പറ്റുള്ളൂ. ഈ വികട സരസ്വതി അവന്റെ തന്തയ്ക്കും തള്ളയ്ക്ക് മാത്രമല്ലേ വഴങ്ങുള്ളൂ. ഈ പൂരത്തെറി വിളിക്കുന്ന ഇവനോട് എന്ത് സംവാദത്തിന് പോകാനെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്? കണ്ടോ, ഒരു മിനിമം ഒരു മുസ്ലിമിന്റെ നിലവാരം എന്താണ് എന്ന് ഇവൻ തന്നെ മനസ്സിലാക്കി തരും. എന്നോട് പറഞ്ഞില്ലേ. സമ്പാദത്തിന് വായില്ല നമ്പർ ഇട്ടിട്ട് ഉപ്പ കളിക്കലടി പുറത്തി. സമ്പാദത്തിന് വായിച്ചു പെൺകുട്ടികളൊക്കെ ദാരിദ്ര്യ. ഇവനെ തൂറിയിട്ടതായതുകൊണ്ടാണ് ഇവൻ ഈ പദം പ്രയോഗിക്കുന്നത് കേട്ടോ. കാരണം ഇവനും അതുപോലെ തന്നെ വന്നവനാണെങ്കിൽ ഇവനും ആ പേര് തന്നെയാണല്ലോ അർഹിക്കുന്നത്. അതുകൊണ്ട് ഇവന്റെ ഉമ്മ ഇവനെ സാധാരണ മക്കളെ പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചതല്ല, ഇവനെ തൂറിയിട്ടതാണ്. സമ്പാദത്തിന് വായിച്ചു പെൺകുട്ടികളൊക്കെ ദാരിദ്ര്യ സമ്പാദത്തിന് വായിച്ച് ഞാൻ വന്നോളാം സമ്പാദത്തിന് ഒക്കെ ബ്ലോക്ക് വായിച്ചിട്ട്. ഇജ് അന്നെ പല അക്കൗണ്ടിൽ നിന്ന് ഞാൻ പരീക്ഷിച്ചാണ്. ഇജ് നല്ല പൈസന്റെ ആളാണ്. അതും കൂടി ഞാൻ കംപ്ലീറ്റ് അന്ന് വേറെ വേറെ നമ്പറിലൊക്കെ ഞാൻ അക്കൗണ്ടിൽ തന്നെ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഇജ് പൈസന്റെ ആളാണ്, അത് കംപ്ലീറ്റ് ഞാൻ പുറത്തേക്ക് എടുത്തിടും. ആന്റെ കൂതി ഞാൻ പൊളിക്കും പൊറിമോളെ. ഇജ് ഞങ്ങള് വിശ്വസിക്കണ പന്നീന്നും മറ്റേതും മറിച്ചൊക്കെ വിട്ട പിന്നെ ഞങ്ങളെ അന്നെ അമ്മായിന്ന് വിളിക്കോ? തെറി വിളിക്കാതെ അന്നെ ഞങ്ങളെ അമ്മായിന്ന് വിളിക്ക. പിന്നെ എന്ത് ജാമിത അമ്മായിന്ന് വിളിക്ക? ഒന്ന് പോടി ഇവിടുന്ന്. പേജ് പൂട്ടി പോയല്ലടി പൂറി കോളേജ്. അന്റെ ഒക്കെ ഉറപ്പുത്രല്ലോ പൂറി കോളേജ്. പേജ് പൂട്ടി പോയല്ലോ. ഒരു കൊണാണ്ടറം വന്നി നിന്റെ അടുത്തേക്ക്. അന്റെ ലൊക്കേഷൻ ഒക്കെ ചോദിച്ചു കണ്ടു. നിന്റെ ലൊക്കേഷൻ ഒക്കെ ചോദിച്ചാണ്ട് ഭയങ്കര പേടി. മതിയോ? നല്ല തന്തയുണ്ടാക്കി നല്ല തള്ള പ്രസവിച്ച ആളാ.
എല്ലാവരെയും പറഞ്ഞിട്ടില്ലല്ലോ ലുമാറ, നിനക്കെന്താ ഇത്ര പൊള്ളാനിരിക്കുന്നത്? ഈ പറഞ്ഞവനെയല്ലേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഒരു ശരാശരി മുസ്ലിം, ഒരു ശരാശരി വിശ്വാസി ഇങ്ങനെ ആയിരിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോ നിനക്ക് ഇത്രയും പൊള്ളാൻ എന്തിരിക്കുന്നു? ഈ പറഞ്ഞവനെയൊക്കെ പബ്ലിക്കിൽ വന്ന് ഇവനൊന്നും യഥാർത്ഥ മുസ്ലിം അല്ലെന്നും ഇവനൊന്നും പഠിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ചല്ലെന്നും പറയാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ? ഉണ്ടോ? ഇവനെ ഒന്നും നല്ല തന്തയുണ്ടാക്കി നല്ല തള്ള പെറ്റു വളർത്തിയതല്ല. ഇങ്ങനെയല്ല ഞങ്ങളുടെ ഇസ്ലാം, ഞങ്ങൾ മുസ്ലിങ്ങൾ ഇങ്ങനെയല്ല, ഈ കൾച്ചറിലല്ല ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടോ? ഉണ്ടോ? ഇവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ, ഇവരൊന്നും ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയാൻ പോവല്ലേ. കാണാത്തത് അവനുത്തരവില്ല. സ്വന്തം വേറൊരാളും ഫോളോ ചെയ്യുന്ന ആളുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സഹജീവ് സ്നേഹമാണ് കാണുന്നത്. ഇതാണ് അവന്റെ ID, തക്വ ടോക്സ്. കേൾക്കല്ലേ. ഇനി നമുക്ക് ഇവൻ ഫോളോ ചെയ്യുന്ന ആ മതത്തിന്റെ ഗ്രന്ഥം ഉണ്ടല്ലോ, ഖുർആൻ. ആ ഖുർആനിലെ ആയത്തുകൾ കുറച്ച് നമുക്ക് കേൾക്കാം. ഖുർആനായത്താ? എടാ പൂറി, അവനെന്നെ ബ്ലോക്ക് ചെയ്ത്, അതാ കമന്റ് കാണാത്തത്. അവനുത്തരവില്ല. എടാ മയിരെ, ആദ്യം മനുഷ്യനാവും കേട്ടോ. കുറെ കല്ലി കുത്തിയെടുത്തെടുത്ത് രൂപങ്ങളെ വെച്ച് അതിനുവേണ്ടി ചാവാനും പെട്ടെന്ന് നടക്കാതെ. അതിനൊന്നും ജീവനില്ല. നിനക്കൊന്നും അതൊരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്ക്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കാതെ കുറെ പ്രതിമകളുണ്ടാക്കി അതിനുവേണ്ടി വെട്ടാനും ചാവാനും നടക്കുക. എടാ പൂറി, എന്റെ തലയ്ക്കകത്തൊന്നും ആൾതാമസം ഇല്ലേ? നല്ല തള്ള വളർത്തിയതാ, നല്ല സംസ്കാരത്തിൽ വളർന്നതാ, നല്ല കൾച്ചർ പോരെ. ഒരു ഇസ്ലാം മതവിശ്വാസി ശരാശരി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നതിന് യാതൊരു സംശയവും. മതതീവ്രവാദം തലയ്ക്കു പിടിച്ച് വീട്ടിൽ തള്ളയെയും മക്കളെയും സഹോദരങ്ങളെയും മാറി മാറി പണിഞ്ഞ് തള്ളമാരെ ഇഷ്ടം പോലെ ആളുകളെ ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും വലിച്ചു കയറ്റുന്നത് കണ്ട് വളർന്ന ഒരു മകൻ, ഒരു മകൾ ഇങ്ങനെ തന്നെയാകാവൂ. ഇങ്ങനെ തന്നെ. ആ യഹിയായെ പറഞ്ഞു വിട്ടേരെ, എനിക്ക് ഇതുപോലെ കലിയ. പറഞ്ഞു വിട്ടേരെ. അപ്പോ ശരാശരി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതത്തെ വിമർശിക്കുന്ന ആളുകളെ ഇങ്ങനെയേ കാണാൻ പറ്റൂ. ഇങ്ങനെ കാണാനേ അവർക്ക് പറ്റൂ. കാരണം എന്താ? അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, അവർക്ക് മുസ്ലിങ്ങളെ കുറിച്ച് അറിയില്ല, ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല. അവർ പഠിച്ചിട്ടുള്ളത് കളിക്കാനും തെറി പറയാനും മാത്രമാണ്. കളിയും തെറിയും ഇല്ലെങ്കിൽ ഇവരില്ല. അപ്പോൾ സുൽഫത്തിന്റെ ബാക്കി ഭാഗവും കൂടി കേൾക്കാം. ഒരു ഭ്രാന്തമായ രീതിയിൽ പഠിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും വെട്ടും കൊലയൊക്കെ ഉണ്ടാവുക. ഇപ്പൊ ഞാൻ BJP വന്ന് കുറച്ച് കഴിഞ്ഞ ഉടനെയാണല്ലോ നമ്മുടെ രഞ്ജിത്തേട്ടന് അങ്ങനെയുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടത്. അപ്പോഴൊക്കെ എന്നോട് ചിലരൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, തീവ്ര സ്വഭാവമുള്ള ആളുകളൊക്കെ അല്ലേ, അപ്പോ ഇങ്ങനെയൊന്നും പേടിയില്ലേ, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഇവരോടൊക്കെ സമാധാനപരമായിട്ട് പറയും, ഞാൻ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മരണം എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. താൻ പാതി ദൈവം പാതി എന്നാണ്. സുൽഫത്ത് ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ടാണ് മതഗ്രന്ഥത്തെ കുറിച്ച് അങ്ങനെ പറയുന്നത്. ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. ഈ മതഗ്രന്ഥത്തിൽ ഒരാൾ എപ്പോ മരിക്കണമെന്ന് എഴുതിയിട്ടില്ല. അള്ളാഹു ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരാളായിരിക്കുന്ന സമയത്ത് അവരുടെ മൂർധാവിൽ രേഖപ്പെടുത്തുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യ് ഹംസ, വിവരമുള്ളവരുടെ ലൈവിൽ പോയിക്കോ. നിന്നെ ആരാ അവിടെ വിളിച്ചത്? ആ ബിക്ടാക്കോ നമ്മുടെ നമ്പർ ഇട്ടല്ലോ. ശരി, വിളിക്കട്ടെ, നമുക്ക് എടുത്താൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ബെല്ല് ഞാൻ കോൾ ലൈവായിട്ട് തന്നെ കേൾപ്പിച്ചു. അപ്പോ പകുതി നമ്മുടെ അടുത്താണ് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കുക.
ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. അല്ലാതെ ഇനിയിപ്പോ ഞാനിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ നിന്നു, ഞാൻ BJP-യിൽ നിന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പുറത്തൊന്നും പോണ്ടേ? എനിക്ക് പാർട്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാവും, എനിക്ക് ഡ്രസ്സ് വാങ്ങേണ്ടി വരും, ഭക്ഷണം വാങ്ങേണ്ടി വരും, കല്യാണങ്ങൾക്ക് പോകേണ്ടി വരും, സൽക്കാരങ്ങൾക്ക് പോകേണ്ടി വരും, എന്തൊക്കെ ആവശ്യങ്ങൾ എനിക്ക് ഉണ്ടാവും. ഇതൊക്കെ ഇപ്പൊ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് വിചാരിച്ച് എനിക്ക് വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കാൻ പറ്റുമോ? ഈ പേടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഊരി പിടിച്ച വാളിന്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ ഊരി പിടിച്ച വാളിന്റെ പുറത്തു കൂടെ ഒക്കെ പോകും ഞാൻ, അത്രയും ധൈര്യമാണ് എനിക്ക് എന്നാവും നിങ്ങൾ വിചാരിക്കണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടോ. കാരണം നമുക്കൊരു വിശ്വാസമുണ്ട്, ദൈവത്തിലൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവും, എല്ലാത്തിലും ധൈര്യം ഉണ്ടാവും. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? ഒരു മുസ്ലിം വനിതയല്ലേ BJP-യിൽ നിന്നിട്ട് വീട്ടിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടോന്നാണ്. ഞാൻ പാർട്ടിയിൽ വന്ന മുതൽ ഇന്ന് വരെ വീട്ടിൽ നിന്നും ഉമ്മാന്റെയും ബാപ്പാന്റെയും കുടുംബത്തിൽ നിന്ന് ഒരുപാട് എതിർപ്പുകളും പല രൂപത്തിലുള്ള മാനസിക പീഡനങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതേക്കുറിച്ചൊന്നും ഞാനിപ്പോ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവരെല്ലാവരും സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദൈവത്തിലൊരു വിശ്വാസമുണ്ട്. അപ്പൊ ആ വിശ്വാസപ്രകാരം അവരൊക്കെ എന്നെ മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഇത്രയും എതിർപ്പുകളും മാനസിക പീഡനങ്ങളും അനുഭവിച്ചിട്ടും എന്തുകൊണ്ട് BJP-യിൽ വന്നു, എന്തുകൊണ്ട് ഇപ്പോഴും BJP-യിൽ തുടരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് മറുപടികളുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതായത് ഈ മോദിജിയുടെ പ്രവർത്തനങ്ങൾ കണ്ടാണ് ഞാൻ മോദിജിക്ക് ഒരു വോട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചത്. വോട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥി വേണ്ടേ? ആരോട് ചോദിച്ചാലും BJP-യിൽ മത്സരിക്കല്ല. അപ്പൊ പിന്നെ എനിക്കൊരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ നിന്നു, ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ഞാൻ എനിക്ക് വോട്ടും ചെയ്തു. മോദിയുടെ കൂടെ നിൽക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എത്ര പ്രധാനമന്ത്രിമാർ വന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മുസ്ലിം സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു നന്മ ചെയ്തു? എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ഈ മുത്തലാഖ്, അതുപോലെ 1, 2, 4 വരെ കെട്ടുക, അങ്ങനെയുള്ള 13, 14 വയസ്സുള്ള കല്യാണങ്ങൾ ഇപ്പൊ അടുത്ത് വരെ നടന്നതല്ലായിരുന്നു. മോദിജി വരുന്ന വരെ ഇതൊക്കെ നടന്നിട്ടില്ലേ? വന്നിട്ടും കുറച്ചൊക്കെ കള്ളത്തരത്തിൽ നടന്നു. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ മോദിജി വന്ന ശേഷം ആർക്കെങ്കിലും 2, 4 കെട്ടാനുള്ള ധൈര്യം ഉണ്ടോ? 16 വയസ്സിലുള്ള വിവാഹങ്ങളുണ്ടോ? അതല്ലെങ്കിൽ തോന്നുമ്പോൾ കെട്ടുക, അങ്ങോട്ട് ഒഴിവാക്കുക, കുറെ കുട്ടികളും മക്കളാക്കുക, അങ്ങനെയുള്ള ഇതുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മോദിജി തടസ്സം നിന്നു അല്ലെ? മുസ്ലിം സ്ത്രീകളെ അങ്ങനെ തോന്നുമ്പോ കെട്ടാനും തോന്നുമ്പോ ഉപേക്ഷിക്കാനും കുട്ടികളും മക്കളാക്കാൻ പറ്റില്ല. ആദ്യത്തെ നിയമം 18 വയസ്സായിട്ടേ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ 21 വയസ്സായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മോദിജിനെ ഇഷ്ടപ്പെടില്ലേ? കാരണം അത്രയും സമയം നമുക്ക് മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാം, ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു പോവുകയാണ്. ഇങ്ങനെ പറയാനിരിക്കുകയാണെങ്കിൽ 1 മാസമൊക്കെ ഇവിടെ ഇരുന്ന് പറയേണ്ടി വരും മോദിജി മുസ്ലിങ്ങൾക്കും മുസ്ലിം സ്ത്രീകൾക്കും അല്ലാത്തവർക്കൊക്കെ വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അതും മോദിജി വന്ന് 1 വർഷം ആകുമ്പോഴേക്കും തന്നെ എത്ര കാര്യങ്ങളാണ് ഓരോ മനുഷ്യർക്കും വേണ്ടി ചെയ്യുന്നത്. ഇപ്പൊ ദേ വന്നിട്ട് 9 വർഷം കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഭാരതം ലോകത്തിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറി. ഈ ലോകത്ത് 1ാം സ്ഥാനത്തേക്ക് എത്താൻ അധിക സമയം വേണ്ടി വരില്ല. അത്രയും കാര്യങ്ങളാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേക്കുറിച്ചൊക്കെ പഠിക്കാൻ ഒരുപാടുണ്ട് കേട്ടോ, അങ്ങോട്ടൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചത് ഇതാണ്, ഞാനൊരു മുസ്ലിം വനിതയാണ്, അപ്പൊ മുസ്ലിങ്ങൾക്കും വേണ്ടി മോദിജി എന്ത് ചെയ്തു എന്നാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിഷയം. എല്ലാവർക്കും നന്ദി. നരേന്ദ്രമോദി ഇവരുടെ അകമഴിഞ്ഞ കെട്ട്, നിയന്ത്രണമില്ലാത്ത കെട്ടിന് തടസ്സം നിന്നു. യഥേഷ്ടം വലിച്ചെറിയുന്ന, കറിയിലിടുന്ന കറിവേപ്പില പോലെ ഒരു ഭോഗയന്ത്രമായി പെണ്ണിനെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ മക്കളെയും ഉൽപ്പാദിപ്പിച്ച് വൈ പറഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് കുത്തഴിഞ്ഞ ലൈംഗികതയും നെറികെട്ട മുത്തലാഖും തടസ്സം നിന്നു. അതിനിവർക്ക് പറ്റാതാക്കി. ദത്ത് വഖഫ് ഏവന്റെ സമ്പത്തും ചൂണ്ടിയെടുത്ത് അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചെടുക്കുന്നതിന് തടസ്സം നിന്നു, നിയമം കൊണ്ടുവന്നു. മതതീവ്ര സംഘടനകൾ പോപ്പുലർ ഫ്രണ്ടും SDPIയും വ്യത്യസ്തമായ പേരുകളിൽ സിമിയാണോ NDF ആണോ PDP ആണോ തുടങ്ങി വിവിധ തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കി ഈ രാജ്യത്തെ പിടിച്ചെടുക്കാനും ഈ രാജ്യത്തിനകത്ത് നിന്നിട്ട് ഈ രാജ്യത്തിനെതിരെ ശത്രു രാജ്യങ്ങളുമായി കൈകോർത്ത് പണം വാങ്ങി ഈ നാടിനെ തകർക്കാനുള്ള ഉദ്യമങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു. ഈ രാജ്യത്തിനകത്ത് നിന്നിട്ട് തന്നെ ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന, ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളെയൊക്കെ കൽത്തുറങ്കിലടച്ചു. അവരുടെ സംഘടനകളെ ബാൻ ചെയ്തു. സുലു പറഞ്ഞതുപോലെ 1000 തവണ ഓരോ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും ഭാരത സ്ത്രീകൾ ഉയർന്നു വരും. കൊല്ലാൻ
കൊല്ലപ്പെടാൻ എന്തിനാ ഭയക്കുന്നത്? നമ്മളെ കൊല്ലാൻ വരുന്നവൻ നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് അവനെ കൊല്ലാൻ നമുക്കാരും പറഞ്ഞു തരുന്നതല്ല. നമ്മളിൽ നിന്ന് തന്നെയുണ്ട് ഒരു പ്രതികരണ ശേഷി. അത് ഉണർന്ന് പ്രവർത്തിക്കും. ഈ രാജ്യത്തിന്റെ വളർച്ചയും ഈ രാജ്യത്തിന്റെ പ്രൗഢിയും വികസനവും ആരുടെ കരങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ ഈ നാട്ടിൽ എല്ലാവർക്കും സാധിക്കും. വാരിയം കുന്നന്റെയും ടിപ്പുവിന്റെയും അടിമകൾ ഒഴികെ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നേതാവായിട്ടുള്ള മുഹമ്മദിന്റെ അടിമകൾക്ക് അതിന് കഴിയില്ല. ഒരു പക്ഷേ മലബാറിലെ ചില ആളുകളുടെ പൂർവികരെ മതം മാറ്റിയ ചരിത്രം അറിയുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾക്ക് നല്ലതും ചീത്തയും ഇന്ന് തിരിച്ചറിയാം. നാടിന്റെ നന്മയും രാഷ്ട്രത്തിന്റെ സേവനത്തിനും വേണ്ടി നമ്മൾ ആരോടൊപ്പം നിൽക്കണം, എന്തുകൊണ്ട് നിൽക്കണം എന്ന് കൃത്യമായി അറിയുന്നവർക്കറിയാം. നമ്മളാണ് ശരിയെന്നും നമ്മൾ ഈ രാജ്യത്തിന്റെ വികസനത്തിനോടൊപ്പമാണ് നിൽക്കുന്നതെന്നും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ കുടുംബം മനസ്സിലാക്കി നമ്മളോടൊപ്പം നിൽക്കും. എന്തുകൊണ്ടാണ് ഈ മത തീവ്രവാദികളെ അറഞ്ചം പുറഞ്ചം നമ്മൾ വിമർശിക്കുന്നത് എന്ന് അറിയുന്നവർക്കറിയാം. കണ്ണടച്ചിരിക്കുന്നവനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉറങ്ങുന്നവനെ മാത്രമേ ഉണർത്താൻ പറ്റൂ. ആ ജാമിത തൊലഞ്ഞോട്ടെ മൊയ്തീൻ കുട്ടി, നീ ചെന്നൊരു മൂലക്കിരുന്നോ, ചെല്ല, ഞാൻ തൊലഞ്ഞു കഴിഞ്ഞിട്ട് നീ വന്നാ മതി. ആമീൻ. നീയൊക്കെ ലക്ഷക്കണക്കിന് ആളുകള് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നേർച്ച നേർന്നിട്ടും എന്താടാ? ആരെയൊക്കെ ആടാ നീയൊക്കെ ഏർപ്പാട് ചെയ്തത്? എന്നിട്ട് എന്ത് സംഭവിച്ചു? അവസാനം നിനക്കൊന്നും മറുപടികൾ ഇല്ലാതെ വന്നപ്പോൾ പൂരത്തെറികളുമായിട്ട് നീയൊക്കെ വന്നു അല്ലേ? നിന്റെയൊക്കെ തെറിവിളികളിൽ ആരാടാ ഇവിടെ നിന്നെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? ഇച്ചിരി മതസംസ്കാരം എടുത്തു. ഈ ആൾക്കാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണം. അതിലെന്ത് കാര്യ പൂർണിമോളുള്ളത്? ആണെങ്കിൽ ആ മത ഇജ്ജ് നടന്നോ? ഇജ്ജ് എന്തിനാടി പച്ച പോലെ അടിച്ച്? ഇജൊന്നും ഒരു കുണ്ണ കയറി ഉണ്ടായതല്ല. ഇജ്ജ് 4, 5, 6 കുണ്ണ കയറിയിട്ട് ഏതോ തന്തൊക്കെ ഉണ്ടായതെന്നൊക്കെ തോന്നുന്നത്. അതിൽ പോലടിച്ച് ഇജ്ജ് മതം വിട്ടേക്കണമെങ്കിൽ ആ മത ഇജ്ജ് നടന്നോ? ഇജ്ജ് എന്തിനാടി ഈ നാട്ടുകാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ? അല്ല, ഈ പലതണ്ടായ വേശ്യാപുത്രനാണ് എന്നെ മറ്റുള്ളവർ വെറുക്കുമ്പോൾ വേദന. ഇവന്റെ ഉമ്മ ആ മലപ്പുറത്തെ പേരുകേട്ട വെടിയല്ലേ അല്ലേ? എത്ര പുരുഷന്മാരോടൊപ്പം ഇവള് പോയിട്ടുണ്ട് എന്നത് കണ്ടു വളർന്ന മകനു മാത്രമേ മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ പറയാൻ കഴിയൂ അല്ലേ? സ്വന്തം തള്ള മറ്റുള്ള സ്ത്രീകളെ ബഹുമാനിക്കാനും ആദരിക്കാനും മര്യാദയ്ക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇത് പറയുമായിരുന്നില്ല. കണ്ടവന് പാവിരിക്കാൻ പോയ തള്ളയ്ക്കുണ്ടായതായതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറയേണ്ടി വന്നത്. മെസ്സി ഫാൻസ് ഇവനും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇസ്ലാം മതത്തിൽ എനിക്ക് പറ്റണില്ലെങ്കിൽ മാറിപ്പോയി. എനിക്ക് ഇഷ്ടമുള്ളത് പറയാൻ ചെയ്യാൻ ഈ രാജ്യം എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള കള്ള നാണയങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയണ്ടേ? ഇതുപോലെയുള്ള വേശ്യകളുടെ മക്കളെ കള്ളവെടിക്ക് പോയിട്ട് പലരിലുണ്ടായവന്റെ മക്കളെയൊക്കെ ന്യായീകരിക്കാൻ, അവരെയൊക്കെ അവര് ചെയ്തത് ശരിയാണ് എന്ന് അവർക്കൊക്കെ പച്ചക്കൊടി പിടിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വേശ്യാവൃത്തിയിൽ തള്ളമാരുണ്ടാക്കിയ മക്കളായതുകൊണ്ടാണ്. നല്ല നിലയ്ക്ക് നല്ലതുപോലെ നല്ല തന്തയുണ്ടാക്കി നല്ല തള്ളമാര് പ്രസവിച്ചു വളർത്തിയിരുന്നെങ്കിൽ അവർ ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുമായിരുന്നു. ഈ രാജ്യത്തിന്റെ സേവനങ്ങൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു. നമ്മുടെ ചാറ്റ് ബോക്സിൽ തന്നെ വരുന്ന ആളുകളുടെ കണ്ടില്ലേ? റെനി സബ്സ്ക്രൈബേഴ്സ് ഓൺലി ആക്ക്. അപ്പൊ അതിനകത്ത് വരുന്ന തന്നെ പൂരത്തെറികൾ കണ്ടില്ലേ? ഇവരൊക്കെ മാതൃഭോഗികളാണ്. ഉമ്മയെ ഭോഗിച്ച് ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനാകാനേ പറ്റൂ. അതുകൊണ്ട് അവരെയൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വെളിവുള്ള ആളുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അവരെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അവര് ഉള്ള കാര്യം അവർക്ക് മനസ്സിലായതുപോലെ അവര് തിരിച്ചു പറയും, കൃത്യമായിട്ട് പറയും. ക്ലാസ്സിൽ നമസ്കരിക്കാനുള്ള പദ്ധതി പാളിയതിനു ശേഷമാണ് ഹിജാബ് സമരമായിട്ട് രംഗത്ത്. ഹിജാബ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും
ഇത് നിരോധിക്കാനോ നിയന്ത്രിക്കാനോ പറ്റുകയില്ല. ഇതിലെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പൊ ഹിജാബ് അനുവദിച്ചാൽ അടുത്ത ദിവസം കുട്ടികൾ ബുർക്ക ധരിച്ചിട്ട് വരും. ഹിജാബാക്കി പിന്നെ ബുർക്കയായിക്കൂടെ? അതാണ് ഇവര് സത്യത്തിൽ ഈ കന്യാസ്ത്രീകളൊക്കെ ഭയപ്പെടുന്നത് ഇതാണെന്ന് ഞാൻ വിചാരിക്കും. അല്ലാതെ തലയിലൊരു ഈ ശിരോവസ്ത്രം ധരിക്കുന്നത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആലുവയിൽ തന്നെ നിർമ്മലയിൽ പറ്റില്ലെങ്കിലും സെന്റ് ഫ്രാൻസിസിൽ പറ്റും, SNDP സ്കൂളിൽ പറ്റും, മറ്റ് വിദ്യാലയങ്ങളിലൊക്കെ പറ്റും. പക്ഷെ ഇവര് ഭയപ്പെടുന്നത് ഇന്നിപ്പോൾ ശിരോവസ്ത്രം അനുഭവിച്ചാൽ നാളെ അവര് മറ്റൊരു സാധനം ആയിട്ട് വരും. അല്ലെങ്കിൽ ഞാൻ വേറെ കൂടി പറയും, നിർമ്മല സ്കൂളിന്റെ വിഷയം തന്നെ നമ്മുടെ രാജ്യം മതതീവ്രവാദത്തിന് അടിമപ്പെട്ടു പോകാതിരിക്കാൻ, ഈ ജിഹാദികൾ നമ്മുടെ രാജ്യത്തിൽ മെജോറിറ്റി ആകാതിരിക്കാൻ, അവർ ഈ രാജ്യം തകർക്കാതിരിക്കണമെങ്കിൽ മതേതരത്വം എന്താണ് എന്ന് നമ്മൾ അറിയണം. നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആദ്യം ഇവര് ഹിജാബ് ചോദിക്കും. അത് കഴിഞ്ഞാൽ ഇവർക്ക് മുഖം മറയ്ക്കണം. അത് കഴിഞ്ഞാൽ ഇവർക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം. അങ്ങനെ 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 ഓരോന്നായിട്ടാണ് ഇവർ ഈ രാജ്യത്തെ മതമയമാക്കാൻ ശ്രമിക്കുന്നത്. അന്ന് ആ സമരമൊക്കെ കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ് ഞാൻ മെട്രോയിൽ 3-4 കൊല്ലത്തിന് ശേഷം മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത്, അയാൾ വക്കീലാണ്. അയാൾ നേരത്തെ പറഞ്ഞ നിർമ്മല സ്കൂളിലെ PTA പ്രസിഡന്റ്. അപ്പൊ പുള്ളി അല്പം പുച്ഛത്തോടി എന്നോട് ചോദിച്ചു, വക്കീലെ മറ്റേ സമരമൊക്കെ. ഞാൻ പറഞ്ഞു, ഞാനന്ന് വന്ന് പ്രസംഗിച്ച് പോയതല്ലാതെ എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ല. പുള്ളി പറഞ്ഞു, ഇന്നേ ദിവസവും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല, ഞാനൊരു PTA പ്രസിഡന്റാണ്. എന്താ ഇത് അനുഭവിച്ചാലും കുഴപ്പമെന്നറിയാമോ? ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പം? ഇതിനെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇത് അനുഭവിച്ചാൽ അടുത്ത ദിവസം ഈ കുട്ടികൾ വന്നു പറയും, ഞങ്ങൾക്ക് നിസ്കരിക്കാനും ഒരു മുറി തരണം. അപ്പൊ തന്നെ ലീഗിന്റെ ആഫീസിൽ നിന്ന് വിളിച്ചു പറയും. ലീഗിന്റെ ആഫീസിൽ നിന്ന് വിളിച്ചവരെ നമ്മൾ കേട്ടില്ലെങ്കിൽ DUയെ കൊണ്ട് വിളിപ്പിക്കും, അല്ലെങ്കിൽ DDയെ കൊണ്ട് വിളിപ്പിക്കും. ആ കുട്ടികൾക്ക് നിസ്കരിക്കാൻ അവസരം ചെയ്തു കൊടുക്കും. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കാത്തത്. ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്ന് പുള്ളി പറഞ്ഞു. ഇതാണ് ഇവരുടെ ഭയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പരിഹരിക്കാനാണ് വലിയ ബുദ്ധിമുട്ട്. തന്നെയുമല്ല, ഇപ്പൊ തന്നെ SDPIക്കാര് ഒരു വാപ്പായെയും മകളെയും, ഇത് എന്തിനു വേണ്ടിയാണ്? ഈ സ്ഥാപനത്തിന്റെ പരിസര പ്രദേശങ്ങളെല്ലാം ഇപ്പോഴും കോൺഗ്രസ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ അടിമകളായി പ്രവർത്തിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. അപ്പൊ ഈ സ്ഥാപനം തന്നെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഒരു ഹിജാബ് സമരം തുടങ്ങി വെച്ചത് തന്നെ. കാരണം അവർക്കറിയാം അത് പിന്നീട് പല ആളുകളും ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഇവർക്ക് ഒരു ഇസ്ലാം മത രാഷ്ട്രവാദം അവിടെ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ എന്താ, മുസ്ലിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, അവർക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഈ രാജ്യത്ത് മതം അനുസരിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, അവരുടെ മതം ഫോളോ ചെയ്യുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്നത് ഈ ഹൈന്ദവ സംഘടനകളാണ്. മുസ്ലിം സ്കൂളുകളിൽ പോലും അവർക്ക് ഹിജാബ് ധരിക്കാൻ അനുമതി ഇല്ലാതിരിക്കെ ഈ ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ വന്ന് ഇവരിതിന് ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിർമ്മല കോളേജിൽ ഹിജാബ് അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവർ ഗൂഢമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കുട്ടികളെ ഇളക്കി വിടുന്നത്. തെളിവ് തരാം. കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ, ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 3 പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ളുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. ളുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ 3 പേരും 3 ക്ലാസ്സിലാണല്ലോ. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒതുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരിക. 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ കിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുക. ബാക്കി അള്ളാഹു നോക്കും. സോളെ ആ 3 കുട്ടികൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു പോന്നു. അവർ ആദ്യം പഠിച്ചോണ്ട് നോക്കാൻ പറ്റില്ല, നിങ്ങൾ തുടങ്ങി പകുതി എത്തിക്കണം, എന്നാലേ പഠിച്ചോണ്ട് നോക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നടുകടലിൽ നിന്ന് പഠിച്ചോണ്ട് എന്ത് ചെയ്യും? നീന്തി കരക്കെത്താനാകുമ്പോൾ കയറെറിഞ്ഞു തരാൻ പഠിച്ചോണ്ട്
ത്തിലേക്ക് പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്നത് ഉഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം പി ടി എ കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ. ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ളാഹ് കൊടുത്ത സമ്മാനാണ്. ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവരാ ഹൈസക്കിൽ വന്ന കുട്ടികൾ. നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തീരുമാനിക്കുക ആരും ഉണ്ടാവില്ല. ഞാൻ വീണ്ടും പറയാൻ, പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നിൽക്കാൻ MSMകാരല്ലാത്ത ആരാ അവിടെ ഉള്ളത്? ഗാനമേളക്ക് ആളുണ്ടല്ലോ, ഈ നാട്ടിൽ ടൂർ കൊണ്ടുപോകാൻ ആളുണ്ടല്ലോ. എന്തുകൊണ്ട് ഹൈസക്കിന് MSMകാർ മാത്രം? ഒറ്റക്കാരുള്ളൂ. സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ആരെയും പരിഗണിക്കരുത്. എനിക്ക് കിട്ടിയ ദീൻ എന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അവരാരില്ലെങ്കിൽ ഞാൻ നിൽക്കും എന്ന് തീരുമാനിക്കണം. പെൺകുട്ടികളെ, മക്കളെ, നിങ്ങൾ കലാലയത്തിലേക്ക് പോവുകയാണ്. ഇവര് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഈ കലാലയത്തിലേക്ക് ഇറക്കി വിടുന്നത്. നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, പിന്നീട് ബാക്കി സമരം അങ്ങോട്ട് ആളി കത്തിക്കോളും, കുഴപ്പമില്ല, നിങ്ങൾ അങ്ങോട്ട് തുടങ്ങി വെച്ചാൽ മതി എന്ന് മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ പിന്നിൽ സംഘടിതമായ ഒരു ശക്തിയുണ്ട്. ഞാനിത് പറയുന്നത് വെറുതെയല്ല, ഒരുപാട് തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് നിരത്തി തരാം. ഇപ്പോ ഹിജാബിന് വേണ്ടിയുള്ള സമരം ആലോചിച്ച് നോക്കിക്കോ. നിർമ്മല കോളേജിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് പുറത്തു വന്ന വീഡിയോ എന്തായിരുന്നെന്ന് അറിയാമോ? അലിയാർ കാസിനിയുടെ ഒരു അഭിമുഖമാണ്. മക്കളെ, നമ്മൾ മെജോറിറ്റി ആയിട്ടുണ്ട്, നമ്മള് മെജോറിറ്റി ആയി. നമ്മൾ ന്യൂനപക്ഷമാണെങ്കിലാണല്ലോ നമ്മൾ മിണ്ടാതെ അവർക്ക് ഒപ്പിച്ചു പോകുന്നത്. അതുകൊണ്ട് മക്കളെ, ഒരു രൂപത്തിലും നിങ്ങൾ ആർക്ക് മുമ്പിലും അടിയറവ് വയ്ക്കരുത്. കാരണം നമ്മൾ മെജോറിറ്റി ആയിട്ടുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നമുക്ക് നമസ്കരിക്കാൻ സ്ഥലം കിട്ടണം, അത് നമ്മുടെ റൈറ്റ്സ് ആണെന്ന്. നമുക്ക് അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി ചൂളക്കിരിക്കുന്നത് പോലെ അതിലേക്ക് കയറി ചെല്ലാൻ സാധിക്കണം, അത് നമ്മുടെ റൈറ്റ്സ് ആണ് എന്ന് പഠിപ്പിക്കുക. മുസ്ലിങ്ങളെ എങ്ങനെ വെറുക്കണം എന്ന് പഠിപ്പിക്കുക. ഇതിനെതിരെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇവർക്ക് വല്ലാതെ ഇവരുടെ മതനിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഇളക്കമാണ് ഇവർക്ക്. വേറൊരുത്തന്റെ വീഡിയോ കണ്ടോക്ക്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ചെയ്തു. അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഒരു കമന്റ് ചെയ്തപ്പോൾ എന്റെ കമന്റ് മെൻഷൻ ചെയ്ത് ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു, അത്യാവശ്യം റീച്ചായി. എന്നിട്ട് എന്റെ DM-ലും കമന്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതിയ കമന്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം. ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി, അറിവിന് വേണ്ടി, ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം. അത് അറിവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല നടന്നത്. എല്ലാവരും ഉണ്ട് ഇന്ത്യയിൽ കാര്യമായതുകൊണ്ട്. ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇസ്ലാമിനെ അവിടെ ഇല്ലാണ്ടാക്കുക, ഇസ്ലാമിനെ അവിടെ തകർക്കുക. ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത്. എല്ലാ ആളും മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതലും വർഗീയത, തീവ്ര ചിന്ത, ഇതൊക്കെ വെച്ച് ഇസ്ലാമിനെ, എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എതിർക്കുന്നവരുണ്ട്. പക്ഷെ ഇസ്ലാമിനെയാണ് കൂടുതലും എന്താ പറയാ വിമർശനം, അല്ലെങ്കിൽ മുഹമ്മദ് നബിനെയൊക്കെ പച്ചക്ക് തെറി, വിവാദത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുവിനെ, ഉസ്താദുമാരിനെ, നല്ല ഉസ്താദുമാരിനെ പിന്നെയൊക്കെ വിമർശിക്കുന്നു. അതായത് ചീത്ത, ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനമൊന്നും ഇസ്ലാമിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ പ്രതികരിക്കും. അത് കഴുത്തിൽ കത്തി വെച്ചാലും ഞാൻ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കും. ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇനി ഞാൻ എഴുതിയ കമന്റ് ഒന്ന് വായിക്കാം. ഇസ്ലാമിനും മുഹമ്മദ് നബിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ, അതായത് അതിരുവിട്ട് നിയമവിരുദ്ധമായി
പച്ചയ്ക്ക് അതിര് വിട്ട് പ്രവർത്തിക്കുന്നവർ, അതായത് ഇസ്ലാമിക വിമർശനമായാലും അത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലുള്ള വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വാസമായാലും ഏത് മതത്തിലായാലും ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ആ കാര്യം ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് പറഞ്ഞു. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം, ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കമന്റ് ഇട്ടു. അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നില്ല, ഇന്ത്യ നടപ്പിലാക്കണമെന്നാണ് ഞാൻ കമന്റ് ഇട്ടത്. ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും, അല്ലെങ്കിൽ ഓക്കെ ആവും, അല്ലെങ്കിൽ എല്ലാ സമാധാനമാവും. ഇന്ത്യ വർഗീയത ഇല്ലാതെ ഈ നിയമത്തെ പേടിച്ച ആളുകളൊന്നും ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങളും മറ്റേ സോഷ്യൽ മീഡിയയിൽ കൂടിയും പബ്ലിക്കായിട്ടാണെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തികൾ ആരും ചെയ്യില്ല. അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പോകും. പിന്നെ ഈ ശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്നില്ല, ഈ കൈകാലുകൾ വെട്ടണം, ഈ ശിക്ഷ തന്നെ ഇവിടെ നടപ്പിലാക്കണമെന്നില്ല. അത് ഇന്ത്യ കോടതി തീരുമാനിക്കട്ടെ. അവര് ഇല്ലെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ അവർക്ക് ജയില് ജീവിതം അങ്ങനെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇന്ത്യ നടപ്പിലാക്കട്ടെ. ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ശിക്ഷ എനിക്ക് തോന്നി, അത് ഞാൻ കമന്റിലൂടെ പറഞ്ഞു. അതാണ്. ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവരും, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും ആരും ഏത് മതത്തിനെ അതിരുവിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു ഇല്ലെങ്കിൽ അക്രമം ചെയ്യുന്നു അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കും. അത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് മാത്രമല്ല, എല്ലാവരും. ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് ഞാൻ ആ കമന്റ് ഇട്ടത്. പിന്നെ അതിന്റെ താഴെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും, ഇനി അധിക ടൈമില്ല ഇനി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടു. അങ്ങനെയാണ് എഴുതിയത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈസാ നബി അലൈഹി സ്വലാം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം മഹദി എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ് എന്നാണ് പേര്. നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇമാം മഹദി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും. അങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമാധാനം, ഇസ്ലാമിക നിയമം, നീതി ഈ ലോകത്ത് നടപ്പിലാക്കും. ലോകത്ത് ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും, പലസ്തീനികൾ പുഞ്ചിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ കമന്റ് ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ ഇസ്ലാം മദ്രസയിൽ പോയിട്ടുണ്ട്, ഇസ്ലാം പഠിക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരിക്കലും ഒരു ഉസ്താദുമാരും ഒരു അധ്യാപകരും എനിക്ക് ഇസ്ലാം തീവ്രവാദമാണ്, മറ്റു മതക്കാരെ ആക്രമിക്കണം, കത്തി കുത്തണം, വാളെടുത്ത് വെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഇസ്ലാമിൽ ഞാൻ പറയുന്നില്ല. പിന്നെ ഖുർആനിൽ പറഞ്ഞ ഓരോ യുദ്ധമുഖത്ത് പറഞ്ഞ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധമുഖത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്ന് ഓരോ ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മാത്രം. അപ്പൊ ഞാൻ ഈ കമന്റ് ഇട്ടതിന്റെ പൂർണ്ണമായ ഉദ്ദേശം മനസ്സിലാവേണ്ടവർക്ക് ഈ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. യുവാക്കൾ എന്തുകൊണ്ടാണ് ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും പോകുന്നത് എന്നതിന് ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ്. ഇവര് മദ്രസകളിൽ പഠിക്കുന്നത് ഈ രൂപത്തിലുള്ള വിജ്ഞാനമാണ്. അമുസ്ലിങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നവർ അവരെയൊക്കെ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം, അവരെ കൊല്ലണം, അവരെ നാടുകടത്തണം. ഇതൊക്കെ ഈ ലോകത്തുള്ള ശിക്ഷയാണ്. പരലോകത്ത് അവർക്ക് കൊടുക്കാൻ വേറെ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അത് നിയമപരമായി നമ്മുടെ രാജ്യത്ത് അത്തരം ഒരു നിയമം വരണം എന്നവൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായോ? താലിബാനികൾ ഇന്ത്യ ഭരിക്കണമെന്ന് അവനാ പറഞ്ഞു വരുന്നത്. ഈ സ്വതന്ത്ര ഭാരതം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള തുല്യ പരിഗണനകൾ ലഭിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യം അഫ്ഗാൻ ഭരിക്കുന്ന താലിബാൻ ഭരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇസ്ലാം മത രാജ്യമായിട്ട് അങ്ങോട്ട് മാറും. ഒരിക്കലും ഇന്ത്യയിൽ അമുസ്ലിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. ഒരു കഷ്ണം തുണി കണ്ടാൽ ഇറാനിലെ മഹ്സ അമിനിയെ തീർത്തതുപോലെ സദാചാര പോലീസിംഗ് നടത്തി അവർക്ക് തന്നെ നിയമം കയ്യിലെടുക്കാം. അങ്ങനെയൊക്കെ എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാം. ഇന്ന് അതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. അതുകൊണ്ട് ആ നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാൻ, ആ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിന്നും ഇറക്കാൻ ഇവർ കുട്ടികളെ ഇറക്കി, കലാലയങ്ങളിലൂടെ കുട്ടികളെ ഇറക്കി, വീടുകളിൽ സ്ത്രീകളെ, ഇവരുടെ സംഘടനകളിലൂടെ യുവാക്കളെയൊക്കെ സംഘടിതരാക്കി. എന്തൊക്കെയാണോ ഈ രാജ്യത്തിനെതിരെ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യിപ്പിച്ചു. ചില താത്താമാരെ കൊണ്ടുവന്ന്
നരേന്ദ്രമോദിയെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും വിളിപ്പിച്ചു, പൂരത്തെറി വിളിപ്പിച്ചു. ഒരു UKG കുട്ടിയെ ഒരു മുസ്ലിം മാതാവ് തട്ടമിട്ട് പഠിപ്പിക്കുന്നു, ഈ രാജ്യത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയെ നീ കൊല്ലണം. ഇത്തരം വെറുപ്പുൽപാദിപ്പിക്കുന്ന നെഗറ്റീവ് എനർജികളാണ് കുട്ടികളുടെ തലയിലേക്ക് ഈ മാതാപിതാക്കൾ കുത്തിവെച്ച് വളർത്തുന്നതെങ്കിൽ അവൻ വളർന്ന് ഇതുപോലെ ഒരു തീവ്രവാദിയൊക്കെ ആകാതിരിക്കുമോ? ഇതുപോലെ ഒരു ഭീകരനാകാതിരിക്കുമോ? ജവാദെ, ഉമ്മാക്കില്ലയോടാ ഇത്? ഉമ്മ മദ്രസയിലായിരിക്കും പോയിട്ട് അല്ലെ? ശരി, ഞാൻ അറിഞ്ഞില്ല. മഹദികൾ ഗാസയിൽ കുറെ ചത്തില്ലേ? സിൻവാർ ഇമാം മഹദി ആയിരുന്നു. അതെ, യഹിയ സിൻവാറും ഇസ്മായിൽ ഹനിയയും ഒക്കെ ചത്തു. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി, ആ ഇസ്ലാമിന്റെ മാനവിക വിരുദ്ധതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായി. അവരെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത്. അവര് കാര്യം മനസ്സിലാക്കി പ്രതികരിക്കുന്നുണ്ട്. ഇവരാദ്യം ഈ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു ഇവിടെ നടന്നതെന്നും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഈ രാജ്യം ഇന്ന് എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് പോകുന്നതെന്നും മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാം. എന്നെ ഇവിടുത്തെ ചില കൊങ്ങി സുഡാപ്പി കമ്മി മോരികൾ ഷൂ നക്കി ഹിന്ദു വർഗീയവാദി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഏത് ചരിത്ര വസ്തുത വെച്ചിട്ടാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. സവർക്കറും RSSുമാണ് ഇവരുടെ പ്രശ്നം. ഓക്കെ, ഞാൻ ഷൂനക്കിയും വർഗീയവാദിയും ഒക്കെ ആവട്ടെ. മാപ്പ് എഴുതി കൊടുത്ത് 9 വർഷം ബ്രിട്ടീഷുകാരുടെ ആതിഥേയത്വം സ്വീകരിച്ച് ജയിലിൽ കിടന്ന ഗാന്ധിയും നെഹ്റുവും മഹാന്മാർ. വിപ്ലവ പോരാട്ടങ്ങൾ നയിച്ച് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ ഒരു യൗവനം മുഴുവൻ ഹോമിച്ച സവർക്കർ ഷൂനക്കി. അല്ലപ്പാ, എന്നു മുതലാണ് നിങ്ങൾക്ക് സവർക്കർ ഷൂനക്കിയായത്? എന്നു മുതലാണ് RSS വർഗീയ സംഘടനയായത്? 1963 രാജ്യത്ത് ചെയ്ത മികച്ച സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ 3500ഓളം സ്വയം സേവകർ പൂർണ്ണ ഗണവേഷത്തിൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന് തോന്നിയില്ലേ RSS ഒരു വർഗീയ സംഘടനയാണെന്ന്? അല്ലെങ്കിൽ സവർക്കറിനെ പുകഴ്ത്തി കത്തെഴുതുകയും അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കുകയും ചെയ്ത ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിക്ക് തോന്നിയില്ലേ സവർക്കർ ഷൂനക്കിയാണെന്ന്? എന്നു മുതലാണ് ഇങ്ങനെ ഒരു മാറ്റം തുടങ്ങിയതെന്ന് വെച്ചാ സോണിയാഗാന്ധിയും മകനും ഇസ്ലാമിക പ്രീണനം തുടങ്ങിയത് മുതൽ. വാര്യൻ കുന്നൻ സ്വാതന്ത്ര്യ സമര സേനാനിയായി, യാസിൻ മാലിക്കിനെ പോലുള്ള തീവ്രവാദികൾ രാജ്യസ്നേഹികളായി. കമ്മികൾ ചിരിക്കണ്ട. EMSും AKGയും MN റോയ് വരെ സവർക്കറിനെ പുകഴ്ത്തി എഴുതിയ വരികൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ഞാൻ ഷൂനക്കിയാണെങ്കിൽ ഇത്രയുമൊക്കെ ചെയ്ത ഇവരെയൊക്കെ എന്തൊക്കെ നക്കിയെന്ന് വിളിക്കണം. അതുപോട്ടെ, ഒരു യൗവനകാലം മുഴുവൻ ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ കിടന്ന സവർക്കർ പുറത്തിറങ്ങാനായി മാപ്പ് എഴുതി കൊടുത്തപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഷൂനക്കി എന്ന് വിളിച്ചെങ്കിൽ സായിപ്പിന് ചരച്ചു കൊടുക്കുന്ന ഇങ്ങേരെ എന്ത് വിളിക്കണം? ഇതായിരുന്നു ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഖണ്ഡിക്കാൻ പറ്റുന്നവരെ കമന്റ് ബോക്സിലേക്ക് ക്ഷണിക്കുന്നു. അത് കമ്മിയായാലും കുങ്ങിയായാലും സുഡുവായാലും. അപ്പോൾ ഓൾവേസ് വെൽക്കം. കാര്യങ്ങൾ അറിയുന്ന ആളുകൾ കൃത്യമായിട്ട് ചരിത്രങ്ങളെ വിലയിരുത്തും. ഷൂനക്കിയാണ് ഇവരെന്തെല്ലാമാ പറയുന്നത് ഓരോരുത്തരെ. RSS വർഗീയ സംഘടന എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടും SDPIക്കാരുമാണ് എന്നതാണ് ആകെ ഒരു സമാധാനം. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നാലും ചരിത്രം ഇന്നറിയുന്ന ഒരുപാട് ആളുകൾ അത് വ്യക്തമായി രംഗത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് ആർക്കും അവനവന്റെ അഭിപ്രായങ്ങൾ എവിടെയിരുന്നും പറയാവുന്ന രൂപത്തിൽ സുലഭമായും ലളിതമായിട്ടുമാണ് ഇതൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജൂതൻ മോഡി എന്തിനാ അധികാരത്തിൽ വന്നത്? തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ, ഇന്ത്യയെ മിലിറ്ററൈസ് പാവപ്പെട്ടവന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന ആളുകളെ നേരിടാൻ, ഇവിടെ വികസനം ഉറപ്പുവരും. ഇതാണല്ലോ മോഡിയുടെ പ്രഖ്യാപനം. പിന്നെ RSSന്റെ അജണ്ട രാമജന്മഭൂമി, കാശ്മീര്, പിന്നെ ഏക സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് ബാക്കിയൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനാണല്ലോ മോഡി വന്നത്. അതല്ലേ മോഡി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതിൽ മോഡിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താ? മോഡി രാജ്യത്തെ ശക്തമായൊരു ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുക്കുന്നത്. ഈ ജനങ്ങൾക്ക് ഗുണം ചെയ്യേണ്ട പദ്ധതികൾ ചോർച്ച തടഞ്ഞ് പരമാവധി ജനങ്ങൾ എത്തിക്കുന്നുണ്ട്. ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വികസന പദ്ധതികൾ വൻതോതിൽ റാപ്പിഡായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അല്ല ഗുജറാത്ത് മുഖ്യമന്ത്രി സമയത്ത് ഏറ്റവും കൂടുതൽ മോഡിനെ അത് തടയാം. ഞാൻ മോഡിയുടെ 5 വർഷത്തെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാൻ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു അത് മോഡി ഇപ്പം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത്, ഇന്ത്യക്കാരൻ കേട്ടോ, പാകിസ്ഥാനെ പ്രണയിക്കുന്ന ഇന്ത്യൻ പൗരത്വം മാത്രം കെട്ടിയിട്ടുള്ള തീവ്രവാദി ഹമാസോളികൾ ഇതിനകത്ത് പെടത്തില്ല.
ഓരോ ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന, മാതാവിനെ സ്നേഹിക്കുന്നത് പോലെ, പെറ്റമ്മയെ സ്നേഹിക്കുന്നത് പോലെ പോറ്റിയ രാജ്യത്തെ, ജന്മം നൽകിയ രാജ്യത്തെയും സ്നേഹിക്കുന്ന ഏതൊരാളും ഈ രാജ്യത്തെ എങ്ങനെയാക്കി കാണാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ നരേന്ദ്രമോദി ആക്കുന്നത് കൊണ്ട്, ഈ രാജ്യത്തെ വികസിപ്പിച്ചെടുത്തത് കൊണ്ട് നരേന്ദ്രമോദിയെ നമ്മൾ പിന്തുണയ്ക്കും. മോഡി എന്തിനാ അധികാരത്തിൽ വന്നത്? തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ, ഇന്ത്യയെ മിലിറ്ററി ശക്തിപ്പെടുത്താൻ. അത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്താണോ അതെല്ലാം കൃത്യമായി നടപ്പിലാക്കിയ ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. മോദിജിയെ കുറിച്ചുള്ള ഒരു, പ്രത്യേകിച്ച് കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിലുള്ള ഒരു വിമർശനം, മോദി ഗവൺമെന്റ് മുസ്ലിങ്ങൾക്കെതിരാണ്. ആസ് എ നാഷണൽ മുസ്ലിം ഐ എം സ്ട്രോങ്ലി ബിലീവ് അത് പൂർണ്ണമായും തെറ്റാണ്. There is no place in the world safer than India for minorities, because Indian majorities are entirely secular. ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ സെക്യുലർ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മൈനോറിറ്റിയുടെ ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രം. ലോകത്ത് ഇത്രമാത്രം സേഫ് ആയിട്ടുള്ള മൈനോറിറ്റിയെ നമുക്ക് ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വെളിപാട് പോലെയാണ് ഞാൻ മോദിയെ പ്രശംസിച്ചത്. 11ാമത് വാർഷികത്തിൽ എത്തി നിൽക്കുന്ന മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഇസ്ലാമിക സമൂഹത്തിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ, അഫ്ഗാൻ, ഇറാൻ, തുർക്കി, പലസ്തീൻ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അവിടെയൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനങ്ങൾ എന്താണ്, അവർക്ക് വേണ്ടിയുള്ള മത നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു നിയമം ഈ സ്വതന്ത്ര ഭാരതത്തിൽ വന്നാൽ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ഗോത്ര രീതിയെ സംബന്ധിച്ച് അറിയാനും മനസ്സിലാക്കാനും അതിനെ എതിർക്കാനും പ്രതിരോധിക്കാനും സാധിക്കും. അതുപോലെ തന്നെയാണ് ശ്രീ യോഗി ആദിത്യനാഥ്. എന്തുകൊണ്ടാണ് ലോക നേതാക്കന്മാരിൽ യോഗി ആദിത്യനാഥ് എണ്ണപ്പെടുന്നത്? അദ്ദേഹം ആ UPയെ ഏത് രൂപത്തിലാണ് ജനാധിപത്യപരമായി വികസിപ്പിച്ചെടുത്തത്? എങ്ങനെയാണ് തീവ്രവാദികളെ എതിർത്ത് തോൽപ്പിച്ചത്? പിടിച്ചെടുക്കാൻ ശ്രമിച്ചവരെയൊക്കെ അടക്കി ഭരിച്ചത് എങ്ങനെയാണ്? 1990-കളിൽ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു ABVP പ്രവർത്തകനായ യുവാവിനെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. മാതൃഭൂമിക്ക് വേണ്ടി സ്വജീവിതം ത്യാഗം ചെയ്യാൻ തയ്യാറായി എത്തിയ യുവാവ് ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാൾ പ്രദേശത്ത് നിന്ന് വന്നതായിരുന്നു. ഗണിതത്തിൽ ബിരുദാനന്തര ബിരുദത്തിനായി ഋഷികേശിലെത്തിയ അജയ് മോഹൻ സിംഗ് ബിഷ്ട് എന്ന ആ ചെറുപ്പക്കാരന്റെ ആധ്യാത്മികതയിലുള്ള അഗാധ ജ്ഞാനതൃഷ്ണയും മുമുക്ഷുത്വവും അദ്ദേഹം ശ്രദ്ധിച്ചു. മഠത്തിലെ അന്തേവാസിയായി കഴിയുകയായിരുന്നു അന്ന് ആ യുവാവ്. ഒരിക്കൽ മകനെ സന്ദർശിക്കാൻ മഠത്തിലെത്തിയ അജയ് മോഹന്റെ പിതാവിനെ മഹന്ത് അവൈദ്യനാഥ് വിളിപ്പിച്ചു. നിനക്ക് 4 ആൺമക്കളുണ്ടല്ലോ, ഇവനെ ഞാൻ എടുക്കട്ടെ? അദ്ദേഹം ചോദിച്ചു. സ്വാമിജി, അവൻ എന്നേ അങ്ങയുടേതായി കഴിഞ്ഞു, ആ പിതാവ് മറുപടി പറഞ്ഞു. 1998-ൽ മഹന്ത് യോഗി അവൈദ്യനാഥ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചപ്പോൾ പകരം MP ആയി ലോക്സഭയിലെത്തിയത് പഴയ അജയ് മോഹൻ ബിഷ്ട് ആയിരുന്നില്ല. പൂർവാശ്രമത്തിലെ ജീവിതം സ്വപിണ്ഡം വെച്ചുപേക്ഷിച്ച് അജയ് മോഹൻ സിംഗ് ബിഷ്ട് യോഗി ആദിത്യനാഥായി രൂപാന്തരം പ്രാപിച്ചിരുന്നു. പിന്നീടുള്ളത് ചരിത്രമാണ്. തുടർച്ചയായ 5 ലോക്സഭാ വിജയങ്ങൾ. 2017-ൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉജ്ജ്വല വിജയം നേടിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. മാഫിയ സംഘങ്ങളെയും ഗുണ്ടകളെയും അമർച്ച ചെയ്തുകൊണ്ടുള്ള ശക്തമായ ഭരണം. തുടർന്ന് 2022-ലും മികച്ച വിജയം ആവർത്തിച്ച് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഗോരഖ്നാഥന്റെ അനുഗ്രഹം നേടി ജനതാ ജനാർദ്ദനന്റെ ആശീർവാദങ്ങളോടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിന്റെ ഖജനാവ് കൊള്ളയടിച്ച് അദ്ദേഹത്തിന് പണമുണ്ടാക്കണം. പൂർണ്ണമായും ഈ രാജ്യത്തെ സേവിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം ആ അധികാര കസേരയിൽ ഇരുന്നത്. അത് പൂർണ്ണമായും അദ്ദേഹം 100% അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് ആ നാടിന്റെ ഇന്നത്തെ സേവനം വിളിച്ചു പറയുന്നു. അത് മതി. ഇതുപോലെ മറ്റേതെങ്കിലും ഒരു ഭരണാധികാരിയെ നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ? യോഗിയെ പോലെ, നരേന്ദ്രമോദിയെ പോലെ ഉണ്ടോ?
അസമിന്റെ മുഖ്യമന്ത്രിയും ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ ഏതാണ്ട് യോഗി ആദിത്യനാഥിന്റെ പാത പിന്തുടർന്നു വരുന്ന മുഖ്യമന്ത്രിമാരാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ കൊണ്ടാണ് അവരൊക്കെ ആദരിക്കപ്പെടുന്നത്. അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത കുറച്ച് മതപ്പൊട്ടന്മാർ ഇവിടെ വന്നിട്ട് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര കൾച്ചർ എടുത്ത് ഇവിടെ ഇങ്ങനെ വിതറിയാൽ ഇതാണ് മുസ്ലിം, ഒരു ശരാശരി മുസ്ലിമിന്റെ രീതി ഇതാണ് എന്ന് പബ്ലിക്കിനോട് പറയും. നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ വാക്കുകൾ വിളിച്ചു പറയും. നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങളുടെ ചാറ്റുകളും നിങ്ങളുടെ വോയിസ് നോട്ടുകളും വിളിച്ചു പറയും എന്താണ് നിങ്ങൾ. ഈ വളരെ ന്യൂനപക്ഷം വരുന്ന ഈ വൾഗർനെസ് ആയിട്ടുള്ള ആളുകളെ എതിർക്കാൻ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും അവരെ പോലെ തന്നെയാണ് എന്ന് ഞങ്ങൾ പബ്ലിക്കിനോട് പറയും. ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. എൻ്റെ ചിന്തകൾ, എൻ്റെ വീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ